വിഷയത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ഇതിന്റെ അടുത്തൊക്കെ ഈ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ സ്പീക്കർ മീറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്പീക്കർ, ഈ സംസാരിക്കുന്ന ആ വ്യക്തി ഈ എന്താണ് പറയേണ്ടത്? കാരണം ഈ എയിൽ വന്ന ഫിസിക്കൽ മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ തുടങ്ങിയ കാലങ്ങളിലൊക്കെ തന്നെ വളരെ അപൂർവം മാത്രമാക്കിയ ഈ വിഷയാവതരണങ്ങളൊക്കെ, ഞാൻ കോഴിക്കോടുകാരനാണ്, ഈ കോഴിക്കോട് പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ ഓർമ്മയിൽ ഒരു 20 വർഷം മുന്നേയൊക്കെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഗ്രൂപ്പ് മീറ്റിങ്ങുകളിലൊന്നും തന്നെ ഈ വിഷയാവതരണത്തിന് അത്ര പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് വാർഷികങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരംഗം ഒരു പ്രത്യേക വിഷയം സംസാരിക്കുന്നത് കേൾക്കുന്നു, ഞാനും കേൾക്കുന്നു. അത് ഒരു വ്യത്യസ്തമായ രീതിയിൽ കുറച്ച് നീണ്ട ഷെയറിങ്ങുകൾ, അത് വ്യത്യസ്തമായ തലത്തിലാണ് ആളുകൾ അവതരിപ്പിച്ച് പോവാറ്. അതും കുറെ ഗുണകരമായ രീതിയിൽ, കാരണം മീറ്റിങ്ങുകൾക്ക് അപ്പുറം ഒരു അറിവ് കിട്ടുന്ന ഒരു സാധ്യത ഈ സ്പീക്കർ മീറ്റിങ്ങിനുണ്ടെന്ന് എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഞാനങ്ങനെ തുടർച്ചയായിട്ടും ഈ ജീവിതത്തിലൂടെ സുബോധവാനായി പോയ ഒരാളല്ല. റിലാപ്സുകളൊക്കെ ഒട്ടനവധി തവണ സംഭവിച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഞാനത് പറയാൻ കാരണം, ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ഈ ഫിസിക്കൽ മീറ്റിങ്ങിലൊക്കെ കേൾക്കാറുണ്ട്, ഒരു അംഗത്തെ കുറച്ച് ദിവസം കാണാതായി കഴിഞ്ഞാൽ അയാള് റിലാപ്സ് ആയി കേട്ടോ. ഈ റിലാപ്സ് എന്നൊരു വാക്ക് ആദ്യം കേട്ടത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ ഏതോ ഒരു അംഗം ആരെയോ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. എന്താണ് റിലാപ്സ് എന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു. അതെന്താണ് അങ്ങനെ പറഞ്ഞത്, എന്താണ് അത് എന്ന് ചോദിച്ചപ്പം അയാൾ വീണ്ടും കുടിച്ചു. അപ്പൊ വീണ്ടും കുടിക്കുന്നതിനെയാണ് റിലാപ്സ് എന്ന ഒരു സന്ദേശം, ഒരു മീനിങ്, അർത്ഥമാണ് എനിക്ക് വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയത്. റിലാപ്സ് എന്നാൽ കുടിക്കുക. അപ്പോ ഞാൻ എയിലെത്തുന്നതിന്റെ മുന്നേയും ഈ കുടി തുടങ്ങൽ പ്രക്രിയകൾ നടത്തിയതല്ലേ. അപ്പൊ അതും റിലാപ്സ് തന്നെയല്ലേ? അല്ല, അത് അങ്ങനെയല്ല. എത്തിയതിന് ശേഷമുള്ള കുടിയാണ് റിലാപ്സ്. അങ്ങനെ ഒക്കെയുള്ള, അപ്പൊ അത് ഞാൻ അപ്പാടെ വിശ്വസിച്ചു, അതാണ് റിലാപ്സ്. അപ്പോ ഒരു അംഗം വീണ്ടും കുടിച്ചു കഴിഞ്ഞാൽ അയാൾ റിലാപ്സുകാരനായി, കാരനല്ല, റിലാപ്സുകാരനായി മാറി. അപ്പൊ ഇങ്ങനെ ഈ പ്രാദേശിക തലങ്ങളിലൊക്കെ ഇത് കേട്ടപ്പോ ഞാനും ഇതുപോലെ ഒരുപാട് പേരുടെ സംഭാഷണങ്ങളിൽ ഒരു റിലാപ്സുകാരനായിട്ടുണ്ടായിരുന്നു. എനിക്ക് വീണ്ടും കുടിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു മനുഷ്യൻ കുടിച്ചു പോകുന്നത്. മദ്യത്തിന്റെ മണം ഇഷ്ടപ്പെട്ടിട്ടോ അതിന്റെ രുചി വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടോ ഒന്നല്ല വീണ്ടും പോയി കുടിക്കുന്നത്. അതായത് ഏല് വന്നപ്പോഴും ഏല് വരുന്നതിന്റെ മുന്നേ ഒക്കെ, അതിന്റെ തൊട്ട് മുന്നേ വരെ അയാൾ അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട്. അത് തകർക്കാനോ തടയാനോ അതിജീവിക്കാനോ പറ്റാത്തൊരു ഘട്ടം ആ വ്യക്തിക്ക് മാത്രമേ അത് അറിയുള്ളൂ. അത് കഴിയാതെ വരുമ്പം അയാൾക്ക് മറ്റൊന്നും ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് മറ്റൊന്നും ചെയ്ത് ശീലമില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല. ആകെ അറിയുന്നത് ഈ ഗ്ലാസും കുപ്പിയും സോഡയും. ഇനി സോഡ വേണം നിർബന്ധമൊന്നുമില്ല, ഗ്ലാസും വേണം നിർബന്ധമില്ല, കുടിക്കണം എന്നത് മാത്രമാണ് ആദ്യം വരുന്ന ചിന്ത. അങ്ങനെ വീണ്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിലേക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ കുടി മുന്നോട്ട് പോവില്ല എന്നൊരു ചിന്തയാണ് ആദ്യം വരിക. യഥാർത്ഥത്തിൽ കുടിയാണോ മുന്നോട്ട് പോവാത്തത്, ജീവിതമാണോ മുന്നോട്ട് പോവാത്തത് എന്നൊരു വകതിരിവോടുള്ള ചിന്തകൾക്ക് പിന്നിൽ നിന്നൊന്നല്ല മീറ്റിങ്ങിലേക്ക് വീണ്ടും വരുന്നത്. കുടിക്കാനാവുന്നില്ല, ഇതായിരുന്നു ആദ്യം വരുന്ന ചിന്ത അല്ലെങ്കിൽ അനുഭവം. അപ്പൊ കുടിക്കാതിരിക്കാൻ വരുന്ന സ്ഥലമാണ് മീറ്റിംഗ് എന്ന് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ദിവസം കുടിക്കാതിരുന്നത് എപ്പോഴൊക്കെയാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ മീറ്റിങ്ങുകളിൽ പോയിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ദിവസം കുടിക്കാതിരുന്നത്. അപ്പൊ വീണ്ടും മീറ്റിങ്ങിലേക്ക് വരുന്നു. ഞാൻ മദ്യപിച്ച കാര്യം സമ്മതിക്കുന്നു.
അത് സാരമില്ല, അതൊക്കെ ശരിയായിക്കോളും. അംഗങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുന്നു. വളരെ ആദ്യത്തെ ഈ സന്ദേശം കിട്ടി ഓടി വരുന്നത് പോലെയല്ല വീണ്ടും ഒരു കുടി സംഭവിച്ച ഒരു മനുഷ്യന്റെ വരവ്. അതുവരെ പറഞ്ഞതെല്ലാം പിന്നെ മാറ്റി പറയണം. എല്ലാം ഇനി താഴേന്ന് എണ്ണി തുടങ്ങണം. പുരോഗതി, സമാധാനം, സന്തോഷം, മാറ്റങ്ങൾ എല്ലാം ഇനി മാറ്റി പറയേണ്ട ഒരു ഗതികേടിൽ അകപ്പെടുന്ന അവസ്ഥയിൽ ഇത് പറഞ്ഞുകൊണ്ട് തുടങ്ങി പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കേൾക്കുന്നു, ഇതാ വിനയൻ വീണ്ടും റിലാപ്സ് ആയിട്ടുണ്ട്. ഞാനത് വളരെയധികം നിരീക്ഷിക്കാറുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ. ഇപ്പോഴും ഒരു റിലാപ്സ് ആയ ഒരു വ്യക്തി, പുനർപതനം സംഭവിച്ച ഒരു വ്യക്തി വീണ്ടും സോവർട്ടിയിലേക്കല്ല കടന്നു വരുന്നത്. വീണ്ടും മാസങ്ങൾക്കകമോ ആഴ്ചകൾക്കകമോ വീണ്ടും കേൾക്കുന്നു, വീണ്ടും കുടിയിലേക്ക് പോയി. അതേസമയം മീറ്റിംഗിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി എല്ലാ ദിവസവും പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത് പോലെ ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു, 1245 ദിവസമായി ഇന്നേക്ക് ഞാൻ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇന്നലെ പറഞ്ഞത് 1244 മിനിയാന്ന് 43. അപ്പൊ ദിവസത്തിന്റെ എണ്ണം കൂട്ടി പറയുന്നത് പോലെ ഇദ്ദേഹത്തെ മദ്യപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങി വരാനുള്ള, പക്ഷെ ഒന്നിൽ നിന്ന് തുടങ്ങിയേ പറ്റൂ എന്നത് അറിയാം. പറ്റാത്തത് കാരണം മറ്റെന്തൊക്കെയോ ബാഹ്യമായ ശക്തികളുടെ ഇടപെടലുകൾ അയാൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വീണ്ടും കേൾക്കുന്നു, വിനയൻ വീണ്ടും കുടിച്ചു. ഞാൻ ഈ കഴിഞ്ഞ 2022 ജൂൺ മാസത്തിൽ കൊറോണയുടെ രൂക്ഷമായ പ്രശ്നങ്ങളുടെ ഈ ലോകം മുഴുവനും ലോക്ക്ഡൗണും നിബന്ധനകളും നിയമങ്ങളും എല്ലാം ശക്തമാവുന്ന സമയത്ത് റിലാപ്സിന്റെ അല്ലെങ്കിൽ വീണ്ടുമുള്ള പുനർപതനത്തിന്റെ കെണിയിൽ കുടുങ്ങി രക്ഷപ്പെടാൻ ഇനി ആവില്ല. എന്നെ സംബന്ധിച്ചൊരു 10-20 വർഷം ആ സമയത്ത് ഞാൻ ഏല് വന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇനി ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നത് കൊണ്ടും ഒന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷെ മറ്റെവിടെയും പോവാനില്ല, വേറെ ഒരു മാർഗം എനിക്കറിയില്ല. ചികിത്സകൾ ഒരുപാട് കഴിഞ്ഞു. എന്താണ് മാർഗം എന്നൊക്കെ ആലോചിച്ച്, അല്ലെങ്കിൽ കുടി നിർത്തണം എന്നൊരാഗ്രഹം മാത്രമാണ് ഉള്ളിന്റെ ഉള്ളിലുള്ള ആകെ സമ്പത്ത്. മറ്റൊന്നും എൻ്റെ കൈവശമില്ല. എൻ്റെ നാട്ടിലൊരു സുഹൃത്ത് എന്നെ ഇതുപോലൊരു 2022 ജൂൺ മാസത്തിന്റെ അവസാന ആഴ്ചകളിൽ ഇതുപോലൊരു മൊബൈൽ ഫോണിൽ രാത്രി 10 മണിക്ക്, മിഡ് നൈറ്റ്, 10 മണിക്കല്ല അന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ 11 തൊട്ട് 12:30 വരെയാണ് തോന്നുന്നു, മിഡ് നൈറ്റ് സമയത്ത് ഒരു മീറ്റിംഗ് നമുക്ക് കേൾക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. കാരണം ഫിസിക്കൽ മീറ്റിങ്ങുകളില്ല, ഉണ്ടെങ്കിൽ തന്നെ നേരിട്ട് പോവാൻ എൻ്റെ പുനർപതന അനുഭവം എന്നെ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഈ 2022 ജൂൺ മാസം അവസാന ആഴ്ചകളിലെ ഏതോ ഒരു ദിവസം ഞാനും ഇതുപോലെ കുടിച്ചുപോയ വിറയലും എല്ലാം ഉൾപ്പെടെയുള്ള മനസ്സിന്റെ മരവിപ്പും നിരാശയും പ്രതീക്ഷയില്ലായ്മയും എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് ഞാൻ മാത്രം അറിയാതിരിക്കുന്ന അനിശ്ചിതത്വം ഒക്കെ ആയിട്ട് ഇതുപോലൊരു രാത്രി സമയത്ത് മിഡ് നൈറ്റിലേക്ക് വന്നു ആദ്യമായിട്ട്. അന്ന് ഞാൻ സംസാരിച്ചത് എൻ്റെ അനുഭവം തന്നെയായിരുന്നു, പക്ഷെ ആ അനുഭവത്തിന്റെ പേര് ആയിരുന്നു റിലാപ്സ്. അപ്പോ സ്പീക്കർ മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വരുന്നത്, ഒരു സ്പീക്കർ സംസാരിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് ചോദിച്ചാൽ AA ആമുഖമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനുഭവവും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ എൻ്റെ ഒരു പൊതുപ്രശ്നമായ, എൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമായ എൻ്റെ അമിത മദ്യാസക്ത രോഗത്തിന് പരിഹാരം കാണാൻ
എൻ്റെ ആ രോഗത്തിൻ്റെ വിവിധ വശങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ ഒരു പ്രശ്നവും, രൂക്ഷമായ പ്രശ്നവുമാണ് എനിക്ക് സംഭവിച്ച പുനർപതനം. അപ്പൊ അതിന് പരിഹാരം കാണാൻ ഞാൻ അന്ന് എൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിലും വരുന്നത് വിഷയം അവതരിപ്പിക്കുന്ന അംഗത്തിനെ സംബന്ധിച്ച് അയാളുടെ അനുഭവവും ശക്തിയും പ്രതീക്ഷയും ആ വിഷയത്തെ ആസ്പദമാക്കി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ, കാരണം എയിലാണല്ലോ സംസാരിക്കുന്നത്, റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗിലല്ലല്ലോ ഞാൻ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് എയുടെ ആസ്പദമാക്കി ഈ വിഷയം കേന്ദ്രീകരിച്ചിട്ട് സംസാരിക്കുന്ന രീതിയെ സ്പീക്കർ മീറ്റിംഗ് എന്ന് പറയുന്നു. അത് ഞാൻ കൂടുതൽ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഡെഫിനിഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഒരു സർവീസ് മീറ്റിംഗിൽ, ബിസിനസ് മീറ്റിംഗ്, ഗ്രൂപ്പുകളുടെ അവിടെയും സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, സേവകന്റെ അനുഭവവും ശക്തിയും പ്രതീക്ഷയും സേവനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവിടെയും നടക്കുന്നത് ഈ പരസ്പരം ഉള്ള കൈമാറ്റം തന്നെയാണ്. അപ്പൊ ഇവിടെ പുനർപതനം എന്താണ് എന്ന് ഇന്നത്തോടുകൂടി മുഴുവൻ മനസ്സിലാക്കാമെന്നും, ഇനി എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും പുനർപതനം സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ടൂൾസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് കിട്ടും എന്ന് ധരിച്ച് വന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. പുനർപതനം തന്നെയാണ് എന്നെ പുനർപതനം എന്താണെന്ന് പഠിപ്പിച്ചത്. എൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ ഞാൻ വന്നു. അന്ന് കുടിക്കാതിരുന്നു. ആഴ്ചകൾക്ക് ശേഷം ഞാൻ മദ്യപിച്ചു. വീണ്ടും ഞാൻ അവിടെ തന്നെ കയറി വന്നു. ആരും എന്നെ ചോദ്യം ചെയ്തില്ല. എന്തുകൊണ്ട് കുടിച്ചു എന്ന് ചോദിച്ചില്ല. എന്താണ് നിന്റെ പ്രശ്നം എന്ന് പോലും ചോദിച്ചില്ല. ഞാൻ കുടിച്ച കാര്യം അവിടെ പറഞ്ഞു. അവരും പറഞ്ഞു, നിങ്ങൾ വീണ്ടും വരിക, കുടിയെക്കുറിച്ച് ചിന്തിക്കേണ്ട, നിങ്ങൾ കുടിച്ചാലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വരാം. അപ്പൊ എനിക്ക് സത്യത്തിൽ അപ്പൊ തോന്നിയത്, അങ്ങനെ എന്നാ പെട്ടെന്ന് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ഈ കുടിച്ചാലും വരാം, ആഗ്രഹം മാത്രം മതി എയിൽ വരാൻ. ഒരു യോഗ്യത പാരമ്പര്യ ഒന്നുമല്ല എന്ന് പറഞ്ഞു തന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ധാരണ പോലും ഇല്ല. പക്ഷെ അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഒരു വർഷത്തോളം അടുക്കുന്തോറും ഞാൻ 12 മാസത്തിൽ മൊത്തം കണക്ക് കൂട്ടി ചിലപ്പോൾ 1.5 മാസമോ മറ്റോ മദ്യപിക്കാതെ ഇരുന്നിട്ടുണ്ടാവുള്ളൂ. ഇടവിട്ട് ഞാൻ മദ്യപിച്ചുകൊണ്ടും, മദ്യപിക്കുന്ന സമയത്ത് കഠിനമായ പ്രശ്നത്തിലേക്ക് കൂടി എത്തുമ്പോൾ മീറ്റിങ്ങിലേക്ക് പോവാനോ എന്ന് കരുതി മീറ്റിങ്ങിൽ എത്തിപ്പെടാനും പറ്റുന്നുണ്ട്. ഒരു വർഷത്തിന് ശേഷം ആ എയിലുള്ള ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങളെ ഈ ശരീരം വിറയ്ക്കുന്നത് ഇപ്പോഴും മാറുന്നില്ലല്ലോ. ഈ പ്രിയാമ്പിള് പടികൾ വായിക്കുമ്പം, ആ പുസ്തകമോ ആ ഷീറ്റോ ഒക്കെ എടുക്കുമ്പം ആകെ നിങ്ങൾ അടിമുടി വിറയ്ക്കുന്നു. ഞാൻ കുടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഈ പ്രശ്നമാണ്. രാവിലെ എഴുന്നേറ്റാലൊക്കെ എനിക്ക് ഈ ബുദ്ധിമുട്ട് വല്ലാതെ ഉണ്ട്. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒരു രോഗം ആണ് എന്നൊരു ധാരണ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ചികിത്സ കൂടി വേണ്ടി വരും. എല്ലാവർക്കും വേണമെന്നില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഞാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അന്ന് എനിക്ക് വയസ്സ് 24. അങ്ങനെ ഞാൻ ആ ആശുപത്രിയിലെത്തിയപ്പോൾ അവരൊന്നും പറഞ്ഞു, ഇത് രോഗാവസ്ഥയും രോഗത്തിന്റെ കാഠിന്യവും അഡ്മിറ്റ് ആക്കേണ്ട ആവശ്യകതയും, എന്നിട്ട് നിങ്ങൾ മീറ്റിങ്ങുകളുമായിട്ട് സഹകരിച്ചു പോവുകയാണെങ്കിൽ വളരെ ശോഭനമായൊരു ഭാവി നിങ്ങളിൽ ഞാൻ കാണുന്നു എന്ന് വളരെ എക്സ്പീരിയൻസ് ആയ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. പ്രായം കൊണ്ട് കുടി നിർത്താനുള്ള ആഗ്രഹം നേരത്തെ വന്നത് തന്നെ വലിയ മാറ്റമാണ്. മീറ്റിങ്ങുകൾ കിട്ടുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റുന്നത് അതിലേറെ നല്ല കാര്യം. ഈ ചികിത്സയും മീറ്റിങ്ങും നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഭാവി നിങ്ങൾക്ക് കുടുംബത്തിനും തീർച്ചയായിട്ടും ഉണ്ടാകും. എൻ്റെ ഇത്ര കാലവും ചികിത്സിച്ച അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങൾ തയ്യാറാകണം. അപ്പോൾ 1 വർഷത്തോളം എനിക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടും ഞാൻ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞത്, സാർ ഞാൻ മെഡിസിൻ തന്നാൽ മതി, ഞാൻ കഴിച്ചോളാം, ഇനി ഞാൻ കുടിക്കുന്നില്ല, ഇനി ഞാൻ കുടിക്കുന്ന പരിപാടിയേ ഇല്ല, ഞാൻ മീറ്റിങ്ങിന് പോയിക്കോളാം.
എന്നിട്ട് ഞാൻ മെഡിസിനും കഴിച്ചോളാം. എൻ്റെ വീട്ടിൽ ഞാൻ പറയാതെയാണ് വന്നത്. എൻ്റെ വീട്ടിലുകാരൊന്നും സമ്മതിക്കില്ല. കുടിച്ചാലുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടുകാർ ഇടപെടുന്നുണ്ടെങ്കിലും കുടി നിർത്താനൊരു സഹായമൊന്നും അവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നില്ല. വിവാഹമൊന്നും കഴിയാത്ത സമയം. അങ്ങനെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു 6 മാസം വരെ ഞാൻ മദ്യത്തിൽ നിന്ന് മാറി നിന്നു. എല്ലാ ദിവസവും മീറ്റിംഗ് ഒന്നും ആ കാലഘട്ടത്തിലില്ല. ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു ബോർഡറിലാണ് താമസിക്കുന്നത്. കിലോമീറ്ററുകൾ വരണം കോഴിക്കോട് സിറ്റിയിലെത്താൻ. ബസ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. മൊബൈൽ ഫോണുകളോ അതുപോലെ തന്നെ ബൈക്കോ അങ്ങനെയുള്ള യാത്രാ സൗകര്യങ്ങളോ ആധുനിക സജ്ജീകരണങ്ങളൊന്നുമില്ല. എന്തിനേറെ പറയുന്നു, ബസ്സിന് പൈസ വരെ ചിലപ്പോൾ അമ്മയുടെ മണി പേഴ്സിൽ നിന്ന് കട്ടെടുത്ത് പോവാനുള്ള പൈസ മാത്രമായിട്ട് അങ്ങോട്ട് പോകണം. മീറ്റിങ്ങിൽ പോകുന്നതുകൊണ്ട് തിരിച്ച് അവിടെ കേട്ടൊരു ദൈവം തിരിച്ച് വീട്ടിലെത്തിക്കും എന്നൊരു വിശ്വാസത്തിന്റെ പിൻബലത്തിൽ മാത്രമാണ് ഈ പറയുന്ന 24-25 വർഷം മുന്നേ ഉള്ള എൻ്റെ മീറ്റിങ്ങിലേക്കുള്ള യാത്രകൾ വരെ. ജോലി നഷ്ടപ്പെട്ടു. അപ്പോ അങ്ങനെയുള്ള ദിവസങ്ങൾ കുടിക്കാതിരിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നു, എനിക്കിനി ഇത് സംഭവിക്കില്ല, ഞാൻ കുടിക്കാൻ സാധ്യതയില്ല. റിക്കവറി ശാരീരികമായിട്ടാണ് ആദ്യമായിട്ട്. മദ്യം ശരീരത്തിൽ എത്തുമ്പോഴാണ് പുനർപതനത്തിന്റെ അവസാന ഘട്ടം സംഭവിക്കുന്നത്. അവസാന ഘട്ടത്തിന്റെ ആഘാതം ഏറ്റുവാങ്ങുന്നത് ശരീരമാണ്. മദ്യം ശരീരത്തിൽ നിന്ന് വിടുതൽ സംഭവിക്കുമ്പോഴേക്കും ദിവസങ്ങൾക്കകം ആ ശാരീരികാവസ്ഥകൾ മാറ്റത്തിന് വിധേയമാകുന്നു. ശാരീരിക ഭാഷകൾ മദ്യത്തോടുള്ള ആസക്തിയുടെ ആംഗ്യങ്ങളൊക്കെ കുറയ്ക്കുന്നു. തീർച്ചയായിട്ടും ഇനി കുടിക്കാൻ സാധ്യതയില്ല എന്ന ഒരു തോന്നൽ, മനസ്സിന്റെ തോന്നൽ ഉളവാക്കുന്നത് ശരീരത്തിന്റെ മാറ്റങ്ങളിലൂടെയാണ്. അങ്ങനെ ഇപ്പൊ ഞാൻ അടുത്ത കാലത്തൊക്കെയാണ് ഇതിന്റെ കുറച്ചുകൂടി ഗൗരവമായിട്ട് ശരീരവും മനസ്സും അത്ഭുതകരമായ യന്ത്ര സംവിധാനങ്ങളാണ് എന്ന ബിഗ് ബുക്കിലെ വരികളൊക്കെ പറയുന്നതിന്റെ പിന്നിൽ ഈ യന്ത്ര സംവിധാനങ്ങൾ, ഇവ ഞാൻ ഉദ്ദേശിക്കുന്ന യന്ത്രം എന്റെ സങ്കല്പത്തിൽ വരുന്നത് ഒരു വലിയ ചക്രം, ഒരു ഈ ചെറിയ മോട്ടോറിനൊക്കെ കാണാം, ഈ മൊന പോലെ കൂർപ്പുള്ള ഒരു ചക്രം തിരിയുമ്പോൾ ചെറിയ ചക്രത്തിന്റെ പല്ലുകൾ അതിന്റെ ഇടയിൽ വരുന്നത് കൊണ്ട് അതും അതിനോടൊപ്പം തന്നെ ഒരു ക്രമത്തിനനുസരിച്ച് തിരിയുന്നു. അപ്പൊ അത് തമ്മിൽ അത്രയും ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു ചക്രം അല്ലെങ്കിൽ അതിനെ തിരിക്കാൻ പ്രേരണ നൽകുന്ന ഒരു ചക്രത്തിന്റെ ആ തിരിയൽ നിൽക്കുമ്പോൾ ചെറിയ ചക്രമോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന ചക്രമോ അതിന്റെ പല്ലുകളും അത് അവിടെ നിശ്ചലമായി കിടക്കുന്നു. അപ്പൊ ഒന്നിന്റെ സഹായം മറ്റൊന്നിന് മുന്നോട്ട് പോകാൻ ആവശ്യമാണ്. ഇവിടെ ശാരീരികമായ മാറ്റം എന്നിൽ വരുമ്പോ ഞാൻ കുടിക്കുന്നില്ല, കുടിക്കാൻ തോന്നുന്നില്ല, കുടിക്കാൻ സാധ്യതയില്ല എന്ന് നിശ്ചയിക്കുന്നത് ശരീരമല്ല, എൻ്റെ മനസ്സാണ്. അത്ഭുതകരമായ ആ യന്ത്ര സംവിധാനത്തിൽ ഞാൻ കുടിക്കാതിരിക്കാനാണ് സാധ്യത എന്ന ചിന്തയുടെ പിൻബലത്തിലാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്നെ വളരെ മോശമായ അവസ്ഥയിലാണ് എൻ്റെ കുടി തുടങ്ങുന്നത്. വളരെ വയലൻ്റായി പ്രശ്നക്കാരനായ ഒരു കുടിയനായിട്ട് ഒരു 2-3 ദിവസത്തെ കുടി കൊണ്ട് ഞാൻ ആകെ മാറിപ്പോയി. യഥാർത്ഥത്തിൽ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം പുനർപതനത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട 2 വരികൾ, ഒരു പുനർപതനക്കാരനും തലേ ദിവസം പുനർപതനം മദ്യപിച്ചിട്ടില്ല, തലേ ദിവസം അവൻ സോബറായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ചിലപ്പോൾ മദ്യപിക്കാത്ത അവസ്ഥയിലാണ് ഇറങ്ങിയത്. പിന്നെ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഏതോ ഒരു നൈമിഷിക ഒരു മാനസികാവസ്ഥയിലോ വൈകാരികാവസ്ഥയിലോ ഇനി ശാരീരിക അവസ്ഥയിലോ സംഭവിക്കുന്നു. പക്ഷെ അതിനൊരു ആക്സിഡന്റ് ആയിട്ട് കാണുന്നില്ല. ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവർ ഒരു അപകടമായിട്ട് കാണുന്നില്ല. ഒരു 2 വാഹനങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടി പോലെയല്ല. ഞാൻ കുടിച്ചുപോയി. പലപ്പോഴും ഞാനും പറഞ്ഞിട്ടുണ്ട്, കുടിക്കണമെന്ന് പോലും കരുതിയിട്ടില്ല, പക്ഷെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല.
കുടിച്ചുപോയി. വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ഒരിക്കലും മറ്റൊരു വാഹനത്തിനെ തട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല ഓടിക്കുന്നത്. കാരണം ജീവൻ അപകടത്തിലാവുന്ന വ്യക്തമായിട്ട് ഇരു വാഹനത്തിന്റെ ഡ്രൈവർമാർക്കും അറിയാം. ആക്സിഡന്റ് സംഭവിക്കാനല്ല ഓടിക്കുന്നത്. പക്ഷെ ഏതോ ഒരു നിമിഷത്തിലെ അശ്രദ്ധ അല്ലെങ്കിൽ അമിത ശ്രദ്ധ ചിലപ്പോ ഇതിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ മുന്നേ സംഭവിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന അറിയാതെ സംഭവിച്ചു എന്ന് പറയുന്ന ആ നൈമിഷിക അനുഭവത്തിന്റെ പിന്നിൽ അത് ഞാൻ മാത്രം മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മാത്രം അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതാണ് പുനർപതനത്തിന്റെ നിഗൂഢത. അതുകൊണ്ടൊക്കെ തന്നെ ഈ കാലഘട്ടത്തിലും ഇപ്പോഴും മെഡിസിൻ ഗവേഷണം നടക്കുന്നു. 12 പടികളെ കുറിച്ച് മീറ്റിങ്ങുകളിൽ ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുന്നു. പുസ്തകങ്ങളുടെ അവൈലബിലിറ്റി ഉണ്ട്. മീറ്റിങ്ങുകൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ട്. പടികൾ പരിശീലിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സ്പോൺസർഷിപ്പിനുള്ള സഹായഹസ്തങ്ങൾ എവിടെയുമുണ്ട്. എങ്കിലും ഈ സമയത്തും ആൽക്കഹോളിക്സ് അനോണിമസോ ചികിത്സാലയങ്ങളോ വൈദ്യശാസ്ത്രമോ ഗവേഷണ ശാസ്ത്രങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴും ഗ്രേ ഏരിയ, ചാരം മൂടിയ പ്രദേശം എന്ന തരത്തിലാണ് പുനർപതനത്തിനെ നോക്കിക്കാണുന്നത്. വേണ്ടത്ര രീതിയിൽ അതിലേക്ക് വെളിച്ചം വീശാൻ, ആ ചാരത്തിനെ മാറ്റാൻ, യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടത്ര രീതിയിലുള്ള പ്രവർത്തനങ്ങളോ പഠനങ്ങളോ നടക്കുന്നില്ല എന്നത് ഒരു ദുഃഖ സത്യം തന്നെയാണ്. സോബർ കോയിൻസ് ആഘോഷങ്ങളായിട്ട് നടക്കുമ്പോൾ ഒരു അതേ ഗ്രൂപ്പിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലാപ്സുകാരനെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ അയാൾ ഇന്ന് എവിടെ എന്ന്, എന്തിനേറെ ഓൺലൈൻ മീറ്റിങ്ങിൽ വരെ കാണാത്ത കേൾക്കാത്ത ഒരു ശബ്ദത്തെ വീണ്ടും ഒരു ടെലിഫോണിലൂടെ ബന്ധപ്പെടാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. അയാൾക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. അത് എനിക്കും ബാധകമാണ്. അത് പറയാൻ കാരണം എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സുബോധത്തിലേക്കാണ്. പക്ഷേ റിലാപ്സ് ഇല്ല എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടായിരിക്കുമോ? ഡോക്ടർ ബോബ് വീണ്ടും കുടിച്ചിട്ടില്ല എങ്കിൽ രീതികൾ മറ്റൊന്നാകുമായിരുന്നില്ലേ? എബി താച്ചർ വീണ്ടും മദ്യത്തിലേക്ക് പോയില്ലായിരുന്നു എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രം വേറെ തലത്തിലേക്ക് പോവില്ലേ? എല്ലാത്തിനും അപ്പുറം ഒരു ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ രക്ഷപ്പെടാനാവുള്ളൂ എന്ന് എഴുതിയ ജിം വീണ്ടും കുടിച്ചില്ലായിരുന്നുവെങ്കിൽ വീണ്ടും ഈ ശക്തിയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുമായിരുന്നോ? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിലനിൽപ്പ് തന്നെ പുനർപതനത്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന നഗ്ന സത്യം. ഒരു ഘട്ടത്തിൽ ഈ റിലാപ്സുകാരനെ സംബന്ധിച്ച് എത്ര തന്നെ സഹായഹസ്തങ്ങൾ കിട്ടിയാലും, എത്ര തന്നെ അറിവുകൾ വിരൽത്തുമ്പിൽ കിട്ടിയാലും, ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ മനുഷ്യന് ഇത് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് അയാളെ വലിച്ചെറിയാനുള്ള ശക്തി പുനർപതനത്തിനുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നിന്ന് തിരിച്ചു വരുന്നവരുണ്ടാവാം, രക്ഷപ്പെടുന്നവരുണ്ടാകാം. പക്ഷേ അതിലേറെ ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നാമാവശേഷമായി പോയി ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്നത് ഇപ്പോഴും വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. മരണങ്ങളെ കുറിച്ച് ഒരു സർവേ എടുക്കുകയാണെങ്കിൽ, മരണങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എയിൽ എത്തിയതിന് ശേഷം പുനർപതന കാരണം വീണ്ടും മരിച്ചവരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ എത്രയോ പേരെ ഈ പറയുന്ന ഇല്ലാതാക്കിയത് ഇവരുടെ പുനർപതനം തന്നെയാണ് എന്ന് കണ്ടെത്താം.
ഇതൊരു രോഗം ആണ് എന്നത് പറഞ്ഞത് കേട്ടു, ഞാൻ അത് വിശ്വസിച്ചു. ഇത് എന്തുകൊണ്ടാണ് രോഗമാവുന്നത്? രോഗത്തിന്റെ ഒരു വശമാണ് പുനർപതനം എന്ന് രോഗമാണ് എന്ന് പറയുന്നവർ കൂടുതൽ പറയാറില്ല. മാരകമായ രോഗം, മാരകം എന്ന് പറഞ്ഞാൽ തന്നെ മരണകാരണമാകുന്ന രോഗം, മരണം വരെ നിലനിൽക്കുന്ന രോഗം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ രോഗത്തിനോടൊപ്പം തന്നെ ഇത് രോഗമാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു ഡിക്ലറേഷനിലാണ് ഒരു പ്രസ്താവനയാണ്, പ്രമേയത്തിലാണ് ഇത് പറയുന്നത്. ലോകത്തിനോട് വിളിച്ചു പറയുന്നത് ഇതൊരു ഡിസീസാണ് എന്നത്. ആ ഡിസീസിന്റെ പ്രത്യേക ആ ഡെഫിനിഷൻ തന്നെ വീണ്ടും അത് വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഡിസീസ് ആവുന്നത് എന്ന്. ശാരീരികമായ അലർജി, അതുപോലെ തന്നെ മെന്റൽ ഡിസോർഡർ, ഈ വിധേയത്വം, അതോടൊപ്പം തന്നെ ചേർത്തി പറഞ്ഞിട്ടുണ്ട് വീണ്ടും കുടിക്കുവാനുള്ള സാധ്യതയുള്ള അവസ്ഥ കൂടി ഇതിനോടൊപ്പം അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇതെല്ലാം ചേർന്ന്, അപ്പൊ രോഗത്തെ മനസ്സിലാക്കാതെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വരുന്നവരിൽ പെട്ടവനായിരുന്നു ഞാൻ. ആൽക്കഹോളിക്സ് അനോണിമസിലും മീറ്റിങ്ങുകളിലും എൻ്റെ ഡിസീസിന്റെ തലം വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാറില്ല. മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത്, AMA പറയുന്നത് ഈ ഫിസിക്കൽ പ്രോബ്ലംസും അതുപോലെ തന്നെ മെന്റൽ ഇഷ്യൂസും അതേപോലെ തന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വീഴ്ചയ്ക്കുള്ള കാരണങ്ങളും ഇതിനോടൊപ്പം തന്നെ ഹിഡൻ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഈ പ്രത്യേക മാനസികാവസ്ഥയുള്ള ആളുകൾക്കുണ്ട്, പ്രത്യേക വൈകാരികാവസ്ഥയുള്ള ആളുകൾക്കുണ്ട്. AA മീറ്റിങ്ങുകളിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ഈ ഈ പുനർപതനം എന്നത് നിഷ്പക്ഷമായിട്ടുള്ള, ഞാൻ AA അടിസ്ഥാനമാക്കിയല്ല സംസാരിക്കുന്നത്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൽ 3-ാമത്തെ അധ്യായത്തിൽ മാത്രമേ കുറച്ച് ആളുകളുടെ അനുഭവത്തിലൂടെ വീണ്ടുമുള്ള കുടി, അതും ഒരു പുനർപതനം എന്നൊരു വാക്ക് കൂടുതൽ ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടൊന്നുമില്ല. കുടിയന്റെ ഒരവസ്ഥ, വീണ്ടും കുടിച്ചു, അയാൾ ചത്തു, ചിലവര് കയറി വന്നു, അതിനപ്പുറത്തേക്കൊരു ചർച്ചയിലേക്ക് AA പോലും വെളിച്ചം വീശുന്നില്ല ഈ പ്രത്യേക വിഷയത്തിലേക്ക്. എന്നെ ട്രീറ്റ്മെന്റ് അഡ്മിറ്റ് ചെയ്തൊരു ഹോസ്പിറ്റലിലെ ആദ്യ നിബന്ധന, ചികിത്സ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വീണ്ടും കുടിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ഇല്ല, ഡിസീസ് ആണെന്ന് അവർ പറയുന്നു. പനി വന്ന് ബാധിച്ചൊരു മനുഷ്യനെ ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും പനി വന്നാൽ ആ ഡോക്ടർ നോക്കില്ല എന്ന് എവിടെയും പറയുന്നുണ്ടോ? ഞാൻ പറയുന്നത് മെഡിക്കൽ സയൻസിനും ഇത്തരം കാര്യങ്ങളിൽ ശക്തമായതോ വ്യക്തമായതോ നിലപാടുകൾ ഇപ്പോഴും എടുക്കാനായിട്ടില്ല. ഗവേഷണം നടക്കുന്നതൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് 40 വർഷത്തോളമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഈ ശാസ്ത്രീയ പുരോഗതിയുടെ പിൻബലത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞതാണ്. ഇതൊന്നും ഒരു അവസാന അറിവല്ല, മറ്റൊരു അറിവ് കിട്ടുമ്പോഴേ എൻ്റെ അജ്ഞത ഞാൻ മനസ്സിലാക്കാറുള്ളൂ. പക്ഷെ എൻ്റെ അറിവ് എനിക്ക് പറയാൻ പറ്റുമല്ലോ, അതുകൊണ്ട് പറയാണ്. നിയന്ത്രിച്ച് കുടിക്കാൻ ഉള്ള മെഡിസിനുള്ള ഗവേഷണം നടക്കുന്നു. നിയന്ത്രിച്ച് കുടിക്കാൻ ഒരു മെഡിസിൻ കഴിച്ചിട്ട് നിയന്ത്രിച്ച് മദ്യപിച്ചു കഴിഞ്ഞാൽ, പക്ഷേ അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ ആ മരുന്ന് കഴിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ പ്രതീക്ഷയിൽ ആരും കാത്തിരിക്കുകയും വേണ്ട. 40 വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി കണ്ടുപിടിക്കാനെങ്കിൽ തന്നെ ഇനിയും അവര് പറയുന്നു 40 വർഷം വേണം. അതിന്റെ പേറ്റന്റ് നിയമ സാധുതക കിട്ടാൻ വീണ്ടും 60 വർഷങ്ങൾ പിടിക്കും. ഭൂമുഖത്ത് നമ്മൾ ഉണ്ടാവില്ല. അപ്പൊ അത് കരുതി ഇനി ആ മരുന്ന് കിട്ടിയാൽ അതുവരെ കയ്യിൽ പോവാ എന്നൊരു അർദ്ധമനസ്സോടെയുള്ള ഒരു തീരുമാനങ്ങളൊന്നും നമ്മളെ ആരും എവിടെ എത്തിക്കുന്നില്ല. പക്ഷേ മദ്യപാനം, ഈ അമിത മദ്യപാന രോഗം ബാധിച്ചിട്ട് അവർക്കിന്ന് മാറി നിൽക്കാനുള്ള ശാരീരിക പ്രശ്നങ്ങൾക്ക് മാറ്റത്തിനൊക്കെയുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് ഉറക്കം, ഇതുപോലെ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ കുറയ്ക്കാൻ, ക്രേവിങ് കുറയ്ക്കാനുള്ള മരുന്നുകൾ, അതിനോടൊപ്പം തന്നെ
ഒരു പുനർപ്പതനക്കാരനെ വെച്ചാൽ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മദ്യം ശരീരത്തിലായതിനു ശേഷം അനിയന്ത്രിതമായ കുടിയിലേക്ക് പോയ ഒരാൾക്ക് തിരിച്ച് കുടി നിർത്താൻ അല്ലെങ്കിൽ വീണ്ടും കുടിക്കാതിരിക്കാൻ തോന്നലുളവാക്കുന്ന മെഡിസിനിലേക്കും ശാസ്ത്രത്തിന്റെ കൈകൾ എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയും ചാരം മൂടിയ ഒരു മേഖലയിൽ എങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതിയിൽ ഇത് തടയപ്പെടാം, എങ്ങനെ തടുക്കാം? ഇത് തടുക്കാവുന്നതാണോ? കാരണം പാരമ്പര്യം എന്നൊരു പ്രധാന ഘടകം 30% വേരുകൾ ഈ രോഗത്തിന് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഇപ്പോ എൻ്റെ അച്ഛൻ മദ്യപാനിയായിരുന്നു, എൻ്റെ അച്ചച്ചൻ കുടിയനല്ല, പിന്നെ എൻ്റെ അറിവിൽ എൻ്റെ അമ്മയുടെ അമ്മച്ചൻ, അതായത് എൻ്റെ മുത്തച്ഛൻ ഒരു മദ്യാസക്തനായിരുന്നു കേട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള പിതാമഹന്മാർ ആരൊക്കെയായിരുന്നു എന്ന് എനിക്ക് യാതൊരു അറിവുമില്ല. ഞാൻ തേടാൻ പോയിട്ടുമില്ല, അറിയാൻ ആഗ്രഹിച്ചിട്ടുമില്ല. യഥാർത്ഥത്തിൽ എൻ്റെ രോഗത്തിൻ്റെ ആഴം, പാരമ്പര്യത്തിന്റെ ഘടകം അറിയണമെങ്കിൽ രോഗിയായ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അവരുടെ അച്ഛൻ്റെ അവസ്ഥയും ആ അച്ഛൻ്റെ അച്ഛൻ്റെ ജീവിതകാലം എന്തായിരുന്നു എന്ന് തേടിപ്പിടിക്കാൻ. അപ്പം ഒരു മദ്യാസക്തൻ തന്നെ അവന്റെ രോഗത്തിന്റെ കൃത്യമായ അന്വേഷണത്തിൽ പോവാറില്ല. ഇത് ഞാൻ പോയിട്ടില്ല എന്നതാണ് സത്യം. എന്നെ ഈ രോഗം ഇല്ലാതെയാക്കും എന്നൊരു സത്യം മാത്രമേ അറിയുള്ളൂ. അപ്പൊ അത്രത്തോളം ജനിതകമായ പ്രശ്നങ്ങൾ ഈ അസുഖത്തിന് ഉണ്ടാകുന്നിരിക്കെ എത്രയോ പേര് എയിലെത്തി, ചികിത്സ ഇല്ലാതെ എയിലെത്തി തുടർ സുബോധത്തോടു കൂടി പോകുന്നു. എന്നെപ്പോലുള്ള ചില മനുഷ്യര് വന്നും പോയും ഇങ്ങനെ കളിക്കുന്നു. ഇതിന്, ഈ ഒരു പ്രശ്നത്തിന് ജനിതകത്തിൽ പങ്കുണ്ടോ? അന്വേഷണം പോയിട്ടില്ല. എൻ്റെ അച്ഛൻ ഒരു സുപ്രഭാതത്തിൽ കുടി അങ്ങോട്ട് നിർത്തും, പിന്നെ ആ വിഷയമില്ല. ആളാകെ മാറി, കർക്കശക്കാരനായ ഗൃഹനാഥനായി. കുടിക്കാത്തൊരു മനുഷ്യനെ പോലെയുള്ള മാതൃകാപരമായ ജീവിതം. വളരെ പെട്ടെന്ന് അതൊക്കെ സംഭവിക്കുന്നത് ഒറ്റ രാത്രിയിൽ എടുത്ത തീരുമാനങ്ങളാണ്. പക്ഷേ ആ അച്ഛൻ്റെ മകനായ എനിക്ക് ജനിതകത്തിന്റെ കാരണമാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഒറ്റ ദിവസ തീരുമാനത്തിൽ കുടി നിർത്താൻ കഴിയാതെ പോയത്? അപ്പോഴാണ് 7 തലമുറകൾക്ക് മുന്നേയുള്ള ഏതോ ഒരു അച്ചച്ചനോ മുത്തച്ഛനോ എൻ്റെ ഈ പ്രത്യേക തരത്തിലുള്ള കുടിയുടെ ജീനിന്റെ പ്രത്യേകതയുള്ള മനുഷ്യനായിരുന്നു എന്നൊരു കണ്ടെത്തൽ നടത്തുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ഉത്ബോധം, അപ്പൊ എൻ്റെ പുനർപ്പതനം തടയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായി മാറണമെങ്കിൽ എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, എൻ്റെ പുനർപ്പതനത്തിന്റെ വിവിധ വശങ്ങൾ എന്ത് എന്ന് ആ പുനർപ്പതനക്കാരൻ സ്വയമേവ ഒന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം മറ്റൊരു സഹായവും എന്നെ സംബന്ധിച്ചിട്ട് ഈ 1/4 നൂറ്റാണ്ടില് കിട്ടിയിട്ടില്ല. ഒക്കെ ശരിയാവും എന്നുള്ള പുറത്ത് 4 തട്ടും, ഒന്നും ശരിയാവില്ല എന്നുള്ള എൻ്റെ ഉള്ളിലെ മിടിപ്പും മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോ ഇവിടെ ഈ പറയുന്ന അജ്ഞത, അറിവില്ലായ്മ പുനർപ്പതനം ആവർത്തിക്കുന്നതിനുള്ള കാരണമായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ വീണ്ടും കുടിച്ച ആളുകളെ കുറിച്ച് പറയുന്നത് 3 തരത്തിലാണ്. ഒരു ഒറ്റ സ്ലിപ്പില് സംഭവിച്ചു പോയി തിരിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. പിന്നീട് അവർ കുടിച്ചിട്ടില്ല. അത് പറയുമ്പോൾ ഒന്നുകൂടി പറയാതിരിക്കാനാവില്ല. സ്ലിപ്പും റിലാപ്സും രണ്ടും 2 തലത്തിലാണ് നിൽക്കുന്നത്. ഈ വഴുതൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കാൽ വഴുതിയാൽ എനിക്കറിയാം അത് കുറച്ച് ദൂരമേ എത്തുള്ളൂ. അത് തിരിച്ച് അതേ സ്ഥാനത്തേക്ക് തന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് നടക്കാനും കഴിയും. പക്ഷെ പതനം അങ്ങനെയല്ല, അതൊരു വീഴ്ചയാണ്, പരിക്കുകൾ ഉള്ളതാ, കൂടും. ഇപ്പൊ സ്ലിപ്പുകൾ സംഭവിച്ച് തിരിച്ചെത്തുന്ന ആളെ കുറിച്ച് പതനം സംഭവിച്ച ഞാൻ കണക്ക് കൂട്ടിയാൽ എൻ്റെ പുനർപ്പതനം എനിക്ക് തടയാനാവില്ല. അപ്പൊ രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. ഒട്ടനവധി തവണ വന്നും പോയും കളിച്ച് വർഷങ്ങൾ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഒരു
എൻ്റെ ഒരു സുഹൃത്തിന് 1ാം മെഡലിന് ഞാൻ ഫസ്റ്റ് മെഡൽ ഈ ടോക്കൺ വാങ്ങുന്നതിന് ഞാൻ പോയി ആ മീറ്റിങ്ങിൽ. അദ്ദേഹത്തിന്റെ ഷെയർ ഞാൻ ശ്രദ്ധിച്ചു. 22 വർഷമായി ആൽക്കഹോളിക്സ് അനോണിമസിൽ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. അത്രയും വർഷങ്ങൾ കഴിഞ്ഞു ഒരു വർഷത്തെ ഒരു ടോക്കൺ വാങ്ങാൻ. അപ്പൊ അങ്ങനെയുള്ളത് 2ാം വിഭാഗത്തിലാണ്. വന്നും പോയും പിന്നീട് അവർ തിരിച്ചു പോവില്ല. അതിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഇപ്പോ ഞാൻ. ഒട്ടനവധി തവണ ആലോചിച്ച് നോക്കണം, ഒരു ഒരു 1/4 നൂറ്റാണ്ട് മുന്നിൽ നിന്ന് ഒഴുകിപ്പോയി എന്ന് പറയുമ്പോൾ ആ നഷ്ടബോധവും നിരാശയും കുറ്റബോധവും സ്വയം പീഡനവും പ്രതീക്ഷയില്ലായ്മയും ഒക്കെ സഹിച്ചിട്ട് അതിന്റെ മുന്നിൽ ശക്തമായിട്ട് നിൽക്കണമെങ്കിൽ നിസ്സാര കാര്യമല്ല. അപ്പോ അങ്ങനെ തിരിച്ചു വരുന്ന അപൂർവം ചിലരുണ്ട്. 3ാമതൊരു വിഭാഗമുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടവർ. അവരിനി വരാനില്ല, അവരില്ല. പക്ഷേ ഒരു റിലാപ്സുകാരന് ഈ സ്ലിപ്പ് സംഭവിക്കുന്ന മനുഷ്യൻ ഒരു തവണ സ്ലിപ്പ് സംഭവിച്ചു, ഞാൻ വീണ്ടും വന്നു, ഞാൻ അതിൽ നിന്ന് പാഠം പഠിച്ചു എന്ന് അവസാന വാക്കായി പറയാനാവില്ല. അയാളെ കാത്തിരിക്കുന്നത് റിലാപ്സുകളാണ്. റിലാപ്സുകാരന് കാത്തിരിക്കുന്നത് ഈ പറയുന്ന തുടച്ചു നീക്കൽ പ്രക്രിയയാണ്, ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്ന പ്രക്രിയ. അപ്പൊ ഈ 3 ഘട്ടങ്ങൾക്കും അതീവ പ്രാധാന്യമുണ്ട്. കാരണം ഞാൻ ഒരു ഘട്ടത്തിൽ എനിക്ക് മീറ്റിങ്ങിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം ഉണ്ടായിട്ടും പറ്റിയിട്ടില്ല. മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എത്തുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല. അത്രത്തോളം ഊർജം നഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് ഓരോ കുടിയും. അപ്പൊ ഈ ഘട്ടത്തിൽ വീണ്ടും കുടിക്കാതിരിക്കാൻ എന്തുകൊണ്ടാണ് എനിക്ക് പുനർപതനം സംഭവിച്ചത് എന്ന് ആ സംഭവിച്ച വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. തൻ്റെ കുടിക്കുന്നതിന് മുന്നേ വരെയുള്ള ആ ദിവസങ്ങൾ, ആ ജീവിതം, അത് എത്ര വർഷമായിക്കോട്ടെ, മാസങ്ങളാവട്ടെ, ആഴ്ചകളാവട്ടെ, എങ്ങനെയായിരുന്നു എന്നൊരു വിലയിരുത്തൽ നടത്തി കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരം ആ മനുഷ്യന് മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രധാന വെല്ലുവിളി അയാൾ അതിന് തയ്യാറാവുന്നില്ല എന്നതാണ്. തയ്യാറാവാൻ പറ്റുന്ന ഒരു മാനസിക, എല്ലാത്തിനും ഒരു സന്നദ്ധത വേണമല്ലോ. കുടി നിർത്താനും വേണം, തുടങ്ങാനും വേണം. അതുപോലെ തന്നെയാണ് തൻ്റെ തൊട്ടു മുന്നേ, കുടിക്ക് മുന്നേയുള്ള ദിവസങ്ങളെ കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തി എവിടെയാണ് വഴി പിഴച്ചു പോയതെന്നോ വഴി തെറ്റിയതെന്നോ ഒരു സ്വയം കണ്ടെത്തൽ നടത്താൻ അയാൾക്കാവുന്നില്ല എന്ന്. അതുകൊണ്ടാണ് റിലാപ്സുകാരൻ വീണ്ടും കേൾക്കുന്നത് അയാൾ വീണ്ടും കുടിച്ചു എന്ന്. ആ ഘട്ടം ഞാൻ അനുഭവിച്ചതാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ മീറ്റിങ്ങിലേക്ക് വന്നിരിക്കാൻ കഴിയില്ല എന്ന ആ പ്രശ്നം വന്ന സമയത്ത് എന്നെ കൊണ്ടാവില്ല എന്ന തോന്നൽ ശക്തമായിട്ട് വന്നപ്പോ പിന്നെ വരുന്നത് ഈ ജീവിതത്തിനോടുള്ള വിരക്തിയാണ്. ഇത് ഞാൻ പറയുന്നത് ഒരു കുടി കുടിച്ച് വന്നവരെ കുറിച്ചല്ല, ഒട്ടനവധി കുടി കുടിച്ച് ഇപ്പോഴും കയറി വരാത്തവരെ കുറിച്ചാണ്. ചിലപ്പോ കേൾക്കാൻ പോലും ഇന്ന് ഈ മീറ്റിങ്ങിൽ ഇല്ലാത്തവരെ കുറിച്ചാണ്. ആ വിരക്തി ആ മാനസികാവസ്ഥ ഒട്ടനവധി മറ്റ് രോഗങ്ങളിലേക്ക്, ആത്മഹത്യാ പ്രവണത, സെൽഫ് സാഡിസം, ഡിപ്രഷൻ, ഡിസോർഡർ ആങ്സൈറ്റി വളരെ പെട്ടെന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഏതൊരു ഒരു വാട്സപ്പിലോ എവിടെയോ കേട്ടു, ആൽക്കഹോളിസം ഈസ് എ ഡിസീസ്, അല്ല, ആൽക്കഹോളിസം പുരോഗമിക്കുന്ന രോഗം. എനിക്ക് ഈ ഈ എന്താ ഈ നിഷേധ സ്വഭാവവും അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു മറുചോദ്യം ചോദിക്കുന്ന ഒരു പ്രത്യേക ഒരു രീതിയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഹെഡിങ് കേട്ടപ്പോൾ തോന്നിയത് ആൽക്കഹോളിക് ഒരു പുരോഗമിക്കുന്ന രോഗി എന്നല്ലേ ശരിക്കും പറയേണ്ടത് എന്നൊക്കെ. അത് ആ വിഷയത്തിനെ കുറിച്ച് ഞാൻ നിഷേധിച്ച് പറഞ്ഞതല്ല, ഞാൻ തന്നെ ഒരു പഠനം എന്ന രീതിയിൽ എനിക്ക് ചിന്തകൾ പോയതാണ്. ഒരു പുരോഗമിക്കുന്ന രോഗിയാണ് ഒരു പുനർപതനക്കാരൻ. ഈ ഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു ആൽക്കഹോളിക്കായ പുനർപതനക്കാരന്
എങ്ങനെ എയിലേക്ക് തിരിച്ചെത്താൻ പറ്റും? ഞാൻ എൻ്റെ പുനർപതന അനുഭവ പാഠങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഒരു കാര്യം, എന്തോ ദൈവം എന്നോട് സംസാരിച്ചത്, എയിൽ തുടർ സുബോധക്കാരൊക്കെ വരുന്നത് എന്തിനാണ് എന്ന് ഞാൻ വെറുതെ ഒന്ന് എന്നോട് ചോദിച്ചു. 20 വർഷക്കാരൻ, 15 വർഷക്കാരൻ, വക്ക് പൊട്ടാത്തവര് ഒക്കെ, തുറച്ച സുബോധമുള്ളവരൊക്കെ തന്നെ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവർ വരുന്നത് റിലാപ്സ് ആവാതിരിക്കാനല്ലേ? റിലാപ്സ് ആവാൻ വേണ്ടിയിട്ട് ആരും വരില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാഹനം ഇടിക്കാൻ വേണ്ടി ഡ്രൈവർ ഓടിക്കില്ലല്ലോ. റിലാപ്സ് ആവാതിരിക്കാനാണ് ഈ മീറ്റിങ്ങിലും ഇരിക്കുന്ന വർഷങ്ങൾ കഴിഞ്ഞവർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പുനർപതനം സംഭവിച്ച ഞാൻ എന്തിനാണ് മീറ്റിങ്ങിന് പോകുന്നത്? റിലാപ്സിന്റെ ഓപ്പോസിറ്റ് വശം, നാണയത്തിന്റെ മറുവശം സോബർട്ടി ആണല്ലോ. അപ്പൊ ഞാൻ ചെല്ലുന്നത് സുബോധവാനാകാനാണ്. ആ ഒരു തോന്നൽ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു ശക്തിയോ എയിലെ അനുഭവങ്ങളോ പുനർപതനത്തിന്റെ തീവ്രതയോ എനിക്ക് കൃത്യമായ ഉത്തരം എയിലേക്ക് തിരിച്ചു വരാൻ എന്നെ പ്രേരിപ്പിച്ചു. ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും. തുടർച്ചയായ സുബോധക്കാരനും ഭാഗികമായ സുബോധമുള്ള ഞാനും. ഇതില്ലാതെ അതിനെ നാണയം എന്ന് പറയാനാവില്ല. ഇതില്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസ് അതിനെ വിളിക്കാനാവില്ല. അദ്ദേഹം വരുന്നത് റിലാപ്സ് ആവാതിരിക്കാനാണെങ്കിൽ ഞാൻ സുബോധവാനാവാനാണ് വരുന്നത്. അപ്പോ ഈ രോഗത്തിന്റെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ രണ്ടും മൂല്യമുള്ളത് തന്നെയാണ്. പുനർപതനക്കാരനും മൂല്യവത്താണ്. എത്രയോ ഷെയറിങ്ങിൽ ഞാൻ കേട്ടിട്ടുണ്ട്, വേറൊരുത്തന്റെ കുടി എന്നെ രക്ഷിച്ചു. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ കുടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഞാനിപ്പോൾ ഇന്ന് കുടിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു 1000 ദിവസം വരെ കൃത്യമായി. ഞാൻ ഇന്ന് ഗ്രേപ്പ് വൈൻ എന്നുള്ള ആപ്പിൽ നോക്കി, ഞാൻ ഈ ഡേറ്റ് നോക്കുന്ന പരിപാടി എനിക്കില്ല. നോക്കിയോടത്തോളം എനിക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള എന്തെങ്കിലും പൊതു അംഗങ്ങളോട് പറയുന്ന ദിവസമൊക്കെ ഞാൻ നോക്കാറുണ്ട്. 1245 ദിവസം ഞാൻ മദ്യപിക്കുന്നില്ല. അപ്പൊ അത് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ 1245 ദിവസം ഇപ്പൊ ഞാൻ ഈ റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ അപ്പുറത്ത്, ഞാൻ റൂം ഡോറെല്ലാം ലോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് സംസാരിക്കുന്നത്. അപ്പുറത്തെ ഡൈനിങ് ഹാളും കഴിഞ്ഞ് അപ്പുറത്തെ റൂമിൽ വൈഫ് എന്തോ അല്ലനോണായിട്ട് വന്ന് എന്തൊക്കെയോ നോട്ട്സുകളൊക്കെ എഴുതുന്നുണ്ട്. എൻ്റെ മോള് എറണാകുളത്താണ്. അവിടെ കോളേജ് പഠനം കഴിഞ്ഞ് ഹോംവർക്കൊക്കെ ചെയ്ത് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നു. എൻ്റെ അമ്മ പെങ്ങളെ വീട്ടിലാണ്. ഇന്ന് എന്നെ തെരഞ്ഞ ആരും വരാത്തത് കൊണ്ടും വിളിക്കാത്തത് കൊണ്ടും സ്റ്റേഷനിലാണ്, ലോക്കപ്പിലാണെന്നൊരു ന്യൂസ് അറിയാത്തത് കൊണ്ടൊക്കെ വളരെ സമാധാനത്തിൽ അവിടെ ജീവിക്കുന്നു. ഒരു മനുഷ്യൻ റിലാപ്സ് ആയി കഴിഞ്ഞാൽ അയാൾ പോയി കുടിച്ചു, അയാളെ കാണാനില്ല എന്ന് പറയുമ്പോൾ പറയുന്നവർ ഓർക്കാറുണ്ടോ, നിരപരാധികളായ ഇങ്ങനെയുള്ള പാവം ജീവികൾ അരക്ഷിതാവസ്ഥയിലാണ്, ഇതുപോലെ തന്നെ മരണത്തിന്റെ വക്കിലാണോ, കഞ്ഞി വെച്ചിട്ടുണ്ടോ? അപ്പൊ കുടിച്ച കാലത്തുള്ള അനുഭവങ്ങളുടെ, ഞാനിപ്പോ ഇന്ന് എൻ്റെ 1245 ദിവസത്തെ സോബറിറ്റി പറയുന്നതിന്റെ ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുന്നതിന്റെ എത്രയോ കാതം അകലെയായിരിക്കും കുടിച്ച ഒരൊറ്റ ദിവസത്തെ അനുഭവം. എത്രയോ തീവ്രമായിരിക്കും. അപ്പൊ അത് എൻ്റെ മാത്രമല്ല, ഇന്ന് ഇതോടൊപ്പം തന്നെ സമാധാനത്തിൽ എന്നോടൊപ്പം ജീവിക്കുന്ന മനുഷ്യ ജീവികളൊക്കെ തന്നെ ഒന്നുകിൽ കുടിക്കാതെ മരണത്തിലേക്കോ മറ്റെന്തെങ്കിലും അക്രമത്തിലേക്കോ മറ്റെന്തെങ്കിലും മാനസിക രോഗങ്ങളിലേക്കോ നിമിഷങ്ങൾക്കകം അവരും എത്തിയിട്ടുണ്ടാകും. അപ്പോൾ പുനർപതനം ആ മനുഷ്യന്റെ കാരണം, എന്നോട് ചികിത്സാലയം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുടി നിർത്തി വീണ്ടും തുടങ്ങുമ്പോൾ നിർത്തിയ ആ ഭാഗത്തു നിന്നാണ് തുടങ്ങുക. ഇതെന്റെ കുടുംബത്തിനും ബാധകമാണ്, അവരും അതിന്റെ പങ്കാളികളായി പോയി എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ ഇന്ന് ഈ 1245 ദിവസത്തിന്റെ സമാധാനത്തിന്റെ കിട്ടുന്നതിന്റെ തൊട്ടു മുന്നേ, ഈ 3 വർഷവും 4 മാസവും 27 ദിവസം മുന്നേയുള്ള ഒരു രാത്രി, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ജൂൺ 9 വരുന്നതിന്റെ തലേ ദിവസത്തെ
അവസ്ഥയിലുള്ള മാനസികാവസ്ഥയിൽ നിന്നാണ് അവരുടെ രോഗം തുടങ്ങുന്നത്. ഇത് വളരെയധികം ചിന്തിക്കേണ്ടതാണ് പുനർപതനക്കാര്. കാരണം എനിക്ക് തന്നെ എൻ്റെ കുടി താങ്ങാനാവുന്നില്ല. എൻ്റെ വീണ്ടുമുള്ള കുടി നിർത്തിയെടുത്തുനിന്ന് തുടങ്ങിയത് എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്തുകൊണ്ട് ഇതുപോലുള്ള എന്നോടൊപ്പമുള്ളവരെ കുറിച്ച് ഞാൻ പുനർപതന സമയത്തൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പുനർപതനം തടയുന്നതിനുള്ള രണ്ടാമത്തെ മാർഗമാണ് തന്നോടൊപ്പം ഉള്ളവരെ കുറിച്ച് കിട്ടിയ സുബോധത്തിൽ ചിന്തിച്ചാൽ വരാൻ പോകുന്ന പുനർപതനം തടയാൻ പറ്റും. ഈ വൻ രാഷ്ട്രങ്ങൾ ഒക്കെ വീണതായിട്ട് കേട്ടിട്ടുണ്ട്. ചോള രാജാക്കന്മാർ, സിന്ധു നദീതട സംസ്കാരം ഇല്ലാതായി, നളന്ദ സർവകലാശാല നിലം പതിച്ചു ചരിത്രത്തിൽ. അപ്പൊ ഇത് പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ഈ ഈ സമകാലിക അവസ്ഥകളുടെ ഭാഗമാണ് പുനർപതനം. ഇവിടെ വ്യത്യാസം, ഒരു മദ്യപാന രോഗിയുടെ പുനർപതനം എന്നത് ഒരു പുനർനിർമ്മാണത്തിന് ഒരു ഘട്ടം കഴിഞ്ഞാൽ കഴിയില്ല എന്നതാണ് സത്യം. പുനർപതനത്തിന് ഒരു ഡെഫിനിഷൻ ഈ പറഞ്ഞ മേഖലകളൊന്നും കണ്ടെത്തിയിട്ടില്ല. ചികിത്സാലയങ്ങൾക്ക് പറയാനായില്ല, എക്ക് പറയാനായി. വീണ്ടുമുള്ള കുടി എന്നതാണ് പൊതുവെ പരക്കുന്ന അല്ലെങ്കിൽ വാമൊഴിയായി പ്രചരിപ്പിക്കുന്ന പുനർപതനത്തിന്റെ ഡെഫിനിഷൻ. ഓൻ പോയി വീണ്ടും കുടിച്ചു. അതല്ല യഥാർത്ഥത്തിൽ വരുന്നത്. നിർവചനങ്ങളില്ലാത്ത ഒരു പ്രതിഭാസമായിട്ടാണ് പുനർപതനത്തിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തിനെങ്കിലും എവിടെയെങ്കിലും സ്റ്റോപ്പ് ഇടണമല്ലോ. ആ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയത് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രതിഭാസം എന്നാണ്. പ്രതിഭാസത്തെ നമുക്ക് പ്രപഞ്ചത്തിന്റെ ചില ശക്തികളായിട്ട് താരതമ്യം ചെയ്താൽ അതിന്റെ ഗൗരവം മനസ്സിലാകും. സുനാമി ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് തിരമാലകൾ എത്ര ഉയരത്തിൽ ഉയർന്നെന്നോ, എത്ര ദൂരം അത് ആഞ്ഞ് അടിച്ച് വീശി ആ ഭൂപ്രദേശത്തെ ആളുകളെ, കെട്ടിടങ്ങളെ, വാഹനങ്ങളെ, ജീവനുകളെ ഇല്ലാതെയാക്കിയോന്നോ ഒരു മുൻകൂട്ടി നിർവചിക്കാൻ കഴിയാത്തത്ര ഭീകരതയുള്ള പ്രകൃതിയുടെ നിഗൂഢമായ ഒരവസ്ഥ. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് റേഡിയോയിൽ, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. നിർവചിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു ഫുൾ സ്റ്റോപ്പ് അങ്ങനെങ്കിലും ഇടുന്നത്. ഏകദേശം സമാനമായ അത്രയ്ക്കും അനിർവചനീയം എന്നൊക്കെ വേണമെങ്കിൽ കുറച്ച് സാഹിത്യ ഭാഷ കൂട്ടി പറയുകയാണെങ്കിൽ നിർവചിക്കാൻ കഴിയാത്തതിന്റെ പ്രതിഭാസമായിട്ട് പുനർപതനത്തിനെ നോക്കിക്കാണുന്നു. ഇത്രയ്ക്കും ഉള്ള ഒരു പ്രശ്നം സംഭവിച്ച മനുഷ്യർ അല്ലെങ്കിൽ മരണപ്പെടേണ്ടവർ തിരിച്ച് ആൽക്കഹോളിക്സ് അനോണിമസില്, ഞാൻ ഇപ്പോ ഒരു ദൃഷ്ടാന്തമാണ്, നിങ്ങൾക്ക് മുന്നിലൊരു തെളിവാണ്. ഈ 3 വർഷവും 4 മാസവും 27 ദിവസത്തിന്റെയും എത്രയോ ഇരട്ടി ദിവസങ്ങളും അല്ലെങ്കിൽ കൂട്ടി 1245 ദിവസം ഇൻറ്റു 50% എന്നോ 60 എന്നോ 70 എന്നോ 80 എന്നോ എത്രയാണ് എഴുതേണ്ടത് എനിക്കറിയില്ല. എന്തിന്? ഞാൻ മദ്യം എന്ന ദ്രാവകം അകത്താക്കിയതിന്റെ ദിവസങ്ങള്. പക്ഷേ പുനർപതനം സംഭവിക്കുന്നത് ഒരു ഗ്ലാസ്സിലൂടെയോ കുപ്പിയിലൂടെയോ സോഡയിലൂടെയോ മാത്രമല്ല എന്ന് എൻ്റെ കഴിഞ്ഞ ജീവിതം ഇന്ന് എന്നെ പഠിപ്പിക്കുന്നുണ്ട്. എയിൽ എത്തിയതിന് ശേഷം ഒരു മനുഷ്യൻ കുടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് കുടി തടയാനുള്ള ഉപായങ്ങളെല്ലാം എയിൽ ഒരു പരിധി വരെ ഒരു പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന് സഹായിക്കാൻ കഴിഞ്ഞേക്കാം. ഈ സ്റ്റിക്കറുകളിലൊക്കെ കാണുന്നൊരു വാക്കാണ് ആ ഒരു പക്ഷേ എന്നതാണ്. ആ ഒരു പക്ഷേയുടെ അർത്ഥമാണ് വീണ്ടും കുടിക്കാനുള്ള സാധ്യത എന്നത് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഒരു ആശയക്കുഴപ്പം.
ഈ വിട്ട ഭാഗം പൂരിപ്പിക്കുക സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പരീക്ഷ ചോദ്യങ്ങൾ വരുന്നതാണ്. യഥാർത്ഥത്തിൽ താഴെ ചിലപ്പോൾ 4 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. അതിൽ നിന്ന് ഒന്നെടുത്ത് ആ വിട്ട ഭാഗത്ത് എഴുതിയാൽ ഉത്തരം കിട്ടി. പക്ഷേ ഉത്തരം എഴുതേണ്ടവന് മനസ്സിലാവുന്നില്ല ഏതാണ് ഞാൻ ഇവിടെ വിട്ട ഭാഗത്ത് പൂരിപ്പിക്കേണ്ടത്. ചിലപ്പോ പൂരിപ്പിക്കുന്ന ആ വാചകം നേരെ വിപരീത അർത്ഥം ആ വരികൾക്ക് മൊത്തം കൊടുക്കുമ്പോൾ സുബോധാവസ്ഥ വഴിതെറ്റി പോകുന്നു. ഇത് ഒരു പ്രത്യേക, അത് തലച്ചോറിന്റെ ചിന്താകുഴപ്പം ആണോ, ഇനി ആ വ്യക്തിയുടെ അജ്ഞതയാണോ, അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താൻ പറ്റാത്ത ഒരു പ്രശ്നമാണിത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, പുനർപതനക്കാരനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നീ എയിലൊക്കെ വരുന്നത്, ഇത്ര കാലമായിടോ ചങ്ങായി ഇങ്ങനെ കയറി ഇറങ്ങി കളിക്കുന്നത്, എയെ കുറിച്ച് അറിയാഞ്ഞിട്ടാണോ? ചിലവർ പറയും വിനയന്റെ അടുത്തൊന്ന് പോയി നോക്ക്, ഒരാളോട് പറയും. അയാൾ പറയും എന്തിത്തെ ഓനോട് പറഞ്ഞിട്ട്, ഓൻ എന്താ അറിയാത്തത്? വന്ന് കയറിയ ബിഗ് ബുക്ക് പറയാൻ തുടങ്ങും, വന്ന് കയറിയ പടി പറയാൻ തുടങ്ങും, വന്ന് കയറിയ ദൈവത്തെ പറയാൻ തുടങ്ങും. ഈ പറയുന്ന ആളോട് പിന്നെ എന്ത് പോയിട്ടാ പറയാണ്ടത്? ഒരു സാധാരണ മനുഷ്യൻ വന്നു, അധികം ഷെയറിംഗ് ഒന്നും ഷെയറിംഗ് ഒന്നും അയാൾ കേട്ടിട്ടില്ല. അങ്ങനെ അയാൾ വന്നിരുന്നിട്ട് പറഞ്ഞു, നിനക്ക് നിനക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, പക്ഷെ നിനക്ക് അറിയാത്ത എന്തോ ഒരു കാര്യമുണ്ട്. ആ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നീ കുടിക്കാതിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അയാളും പറഞ്ഞു അത് പോയി. അയാൾ പോയി. ശരിയാണ്, എനിക്ക് ആ വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ടയിടത്ത് യഥാർത്ഥ ഉത്തരം ഞാൻ പഠിച്ചെടുക്കേണ്ടതായിരുന്നു, ഞാൻ തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു ആ ആൻസറിന് ശരിയാക്കാൻ. അതിന് ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചിട്ടൊന്ന് അറിയേണ്ടതുണ്ട്. പുനർപതനത്തിന്റെ കൃത്യമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ സോബർട്ടി, സുബോധത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കൂടുതൽ കേട്ടത് കുടിക്കാതിരിക്കുക എന്നതാണ്. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, വൈകാരിക സുബോധം, അങ്ങനെ ശാരീരിക മാനസിക സുബോധം, ആത്മീയ സുബോധം, ലൈംഗിക സുബോധം, ഒരുപാട് തലത്തിൽ, സാമ്പത്തിക സുബോധം, സാമൂഹിക സുബോധം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ലളിതമായിട്ട് ഒരു മനുഷ്യൻ കുടിയിൽ നിന്ന് മാറി നിന്ന് കുടിക്കാതിരിക്കാൻ തന്നെയാണ് ഏലയ്ക്ക് വരുന്നതൊക്കെ തന്നെ. അയാള് ശാരീരികമായിട്ട് ഒരു തളർച്ച, കാരണമൊന്നുമില്ല, പണ്ടത്തേക്കാളും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുമ്പോൾ അവർ കൊടുത്ത വിറ്റാമിൻ ഗുളികളൊക്കെ കഴിക്കുന്നുണ്ട്, പിന്നെ ഇപ്പം മോശപ്പെട്ട ഭക്ഷണമൊന്നുമല്ല, എങ്കിലും കാരണമറിയാത്ത ഒരു ശാരീരിക തളർച്ച ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന പോലെ ഈ വ്യക്തി അനുഭവിക്കുക. ഇത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ആരോഗ്യം മെച്ചമാണെങ്കിലും ഒരു തളർച്ച, ക്ഷീണം, ഇത് എൻ്റെ ശരീരം, മനസ്സുകൊണ്ട് ഞാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു, ഇന്നത്തെ ജോലി, ഇന്നത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്തും ഇന്നത്തെ മീറ്റിംഗ് വരെ രാവിലെ നിശ്ചയിക്കുന്നു. പക്ഷെ ശാരീരികമായിട്ടുള്ള തളർച്ച കാരണം മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിലും ശരീരം എത്തുന്നില്ല. അത് പലപ്പോഴും ലൈംഗിക ജീവിതത്തിനെ കൂടുതൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്, ശാരീരിക ക്ഷീണം കാരണം പ്രഷർ ഇല്ല, നോർമൽ ഷുഗർ ഇല്ല, കൊളസ്ട്രോള് ഇല്ല, പക്ഷെ ശരീരം ഈ പറയുന്ന അതിൻ്റെ ശരിയായ ക്ഷീണം കാണിക്കുന്നു. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു വ്യായാമം ചെയ്യാത്തതുകൊണ്ടാണ്, യോഗ പഠിച്ചാൽ മതി, പിന്നെ ഓടാൻ പോണം, നടക്കാൻ പോണം, ക്ഷീണം മാറുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഒരു ആൽക്കഹോളിക്കിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത്, കേട്ടത്, അയാളുടെ മരണശേഷം ശവമടക്കി കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അത് എല്ലായി വെറും എല്ലും തോലുമായി, വർഷങ്ങൾക്ക് ശേഷം ആ പറമ്പിൽ ഇയാളെ അടക്കം ചെയ്ത ആ സ്ഥലത്തിലൂടെ, ശ്മശാനത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലൂടെ ഒരു മനുഷ്യൻ ഒരു മദ്യക്കുപ്പിയുമായിട്ട് നടന്നു പോകുന്നത് ആണെങ്കിൽ, ഈ അടക്കിയ ശവത്തിന്റെ എല്ലായ കൈ ഉയർന്നുകൊണ്ട് വിരലുകൾ മാടി വിളിക്കുന്നു, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാന്ന്. അതൊരു ഹാസ്യരൂപേണയാണെങ്കിലും ഈ തീവ്രത, ശരീരത്തിന്റെ പ്രാധാന്യത്തെ, മദ്യാസക്തിന്റെ ശാരീരിക ആസക്തിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു
ചികിത്സക പറഞ്ഞു തന്ന ആ കാര്യം ഞാൻ ഇന്ന് വളരെ ഗൗരവത്തിൽ എടുക്കുന്നുണ്ട്. ആ തളർച്ച നിസാരമല്ല. മനസ്സുകൊണ്ട് കുടിക്കാൻ ആഗ്രഹമില്ലെങ്കിലും നിങ്ങൾ പ്രസന്നനാണെങ്കിലും നിങ്ങളുടെ ശരീരവും മനസ്സും അത്ഭുതകരമായ യന്ത്ര സംവിധാനങ്ങളാണ്. അതിനെയാണ് രോഗം ബാധിച്ചത്. ഇതിന്റെ സിഗ്നൽ ആദ്യം അനുഭവിക്കുക ആ വ്യക്തി തന്നെയാണ്. അപ്പൊ നിസാരമായി കരുതേണ്ടതല്ല. വിയർത്തിട്ടും വ്യായാമത്തിന്റെ പ്രാധാന്യം ഒക്കെ പറയുന്നുണ്ട്, ചികിത്സകളും സയൻസും ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം ജോയ്ക്കുട്ടി മാഷ്, മരിച്ചുപോയ നമ്മളെ പഴയകാല അംഗം, അദ്ദേഹത്തിന്റെ ഒരു ഷെയറിങ് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ബിഗ് ബുക്ക് ഒക്കെ മലയാളത്തിലാക്കുന്ന സമയം വളരെ ഗാഢമായിട്ടും തീവ്രമായിട്ടും യിലാണ് വിവിധ ആളുകളായിട്ടുള്ള ബന്ധം, വിവിധ ജില്ലകളിലേക്കുള്ള യാത്രകൾ. ഒരു ദിവസം ഈ റിട്ടയർമെന്റ് ലൈഫിൽ ഇദ്ദേഹം ചാരുക്കസേരയിൽ ഉമ്മർത്തിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു തോന്നൽ, പെട്ടെന്ന് ഇങ്ങനെയാണ് ഷെയറിങ് വരുന്നത്, എനിക്ക് പെട്ടെന്നൊരു തോന്നൽ കുടിക്കാൻ. വർഷം വന്ന് അദ്ദേഹം 25 മറ്റോ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും 20 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്. എന്ത് ചെയ്യണം എന്നറിയില്ല. ആ തോന്നലും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇദ്ദേഹത്തിന് കാര്യം പിടികിട്ടി എന്ന് പറഞ്ഞു. കാരണം മദ്യാസക്തി ഈ ഇത്രയും ഏത് തരത്തിലാണ് വളഞ്ഞ് ആക്രമിക്കുക എന്ന് പറയാനാവില്ല. പക്ഷെ അദ്ദേഹം അത് മനസ്സിലാക്കി. അദ്ദേഹം ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വീടിന് ചുറ്റുപാടും ഓടി എന്നാ പറഞ്ഞത്. ഓടിന്ന് പൊതുവേ ഇദ്ദേഹത്തിന്റെ ഭാര്യ കരുതി വട്ടായി പോയോ, ഇതെന്താണ് ഈ പ്രായത്തിൽ ഇങ്ങനെ. കാരണം അയൽവക്കക്കാരൊക്കെ നോക്കാൻ തുടങ്ങി. വീടിന് ചുറ്റും ഓടാൻ തുടങ്ങി. ഓടി 4-5 ആവർത്തി ഓടി ആ മനുഷ്യൻ വിയർത്ത് കുളിച്ച് അവശനായിട്ട് അതേ കസാരയിൽ വന്നിരുന്നപ്പോഴാണ് ആൽക്കഹോളിസത്തിന്റെ തീവ്രത കുറഞ്ഞതെന്നാ പറഞ്ഞത്. അപ്പൊ ഈ തളർച്ചയും ഇതുപോലുള്ള ശരീരത്തിന്റെ ഈ രോമകൂപങ്ങളിലോ തലച്ചോറിന്റെ മടക്കുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന രക്തത്തിന്റെ ഒഴുക്കുകളിൽ എവിടേക്കോ ഈ പറയുന്ന ആൽക്കഹോളിന്റെ ഈ രാസവസ്തുവിന്റെ ആക്രമണം തളർച്ചയിലൂടെ പലപ്പോഴും ഇത് പ്രകടിപ്പിക്കും. അത് കണ്ടെത്തേണ്ടതും നിരീക്ഷിക്കേണ്ടതും ശരിയായ ചികിത്സ. എയിൽ വന്ന് ഷെയറിങ് നടത്തിയത് കൊണ്ടൊന്നും ഈ ശരീരത്തിന്റെ തളർച്ച മാറില്ല. അത്രത്തോളം ഈ ശാരീരിക അവസ്ഥകളെ കാർന്നെടുത്തിട്ടുണ്ട് ഈ കെമിക്കൽ. എൻ്റെ ഡോക്ടറെ അടുത്ത് ഞാൻ ഒരുപാട് തവണ പോയി. അവസാനം ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്ക് ചെല്ലുമ്പോഴൊക്കെ ഞാൻ ഓരോ ഡോക്ടർമാരുടെ അടുത്ത് കാണിച്ച എല്ലാ ഡോക്ടർമാരുടെ സ്ലിപ്പുമായിട്ടാണ് പോവുക. എല്ലാവരും ഇത് എഴുതിയിട്ടുണ്ട്, അക്കംബ്രോൾ ഇത്ര, ഈ ഗുളിക, പെട്രിൽ ഉറങ്ങാൻ, അത് ഇത്. ഒരു അവസാനം ഡോക്ടറെ അടുത്ത് കണ്ടപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾ എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് പറഞ്ഞ ആൽക്കഹോളിക് ആണ്, ചികിത്സ കഴിഞ്ഞതാണ്. അവർ ആൽക്കഹോളിക് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ക്രേവിംഗ് ആണ് പ്രശ്നം. ക്രേവിങ്ങിലുള്ള മരുന്ന് തരുന്നു. എന്തിനേറെ പറയുന്നു, ഈ ക്രേവിംഗ് മരുന്നൊന്നും ഫലിക്കാതെ വന്നപ്പോ എൻ്റെ ഡോക്ടർ എനിക്ക് കുതിരപ്പന്തയക്കാർക്ക് ലക്ഷങ്ങളും കോടികളും മാറി മറിയുന്ന ആസക്തി, പണത്തിന്റെ ആസക്തിയിലേക്ക് എത്തിച്ച മനുഷ്യരെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ കൊടുക്കുന്ന മരുന്ന് വരെ തന്നു. എൻ്റെ മദ്യാസക്തിയെ ആ മരുന്ന് കുടിച്ചിട്ട് ഞാൻ ബാറിലേക്ക് കയറി. അപ്പോ അത്രയ്ക്കും ഈ കെമിക്കലിന്റെ ആക്രമണം മെഡിസിനിലൂടെ ആയാലും മദ്യത്തിലൂടെ ആയാലും, പ്രത്യേകിച്ച് പുനർപ്പതനക്കാരൻ ഒട്ടനവധി തവണ ആശുപത്രികൾ കയറി ഇറങ്ങിയവനാണ്. അപ്പൊ ഈ തളർച്ചയ്ക്ക് പിന്നിൽ പ്രധാന വില്ലൻ മറ്റൊന്നാണ്. അപ്പൊ അതിന് കൃത്യമായ നിരീക്ഷണവും വളരെ ശാസ്ത്രീയമായ പരിശോധനകളും ആവശ്യമാണ്. കാരണം ഒരു പുനർപ്പതനത്തിനേക്കാളും എന്നോട് തന്നെ എൻ്റെ ഡോക്ടർ ഒരു പെഗ് എടുക്കുന്നതിനും എത്രയോ നല്ലതാടോ ഒരു ടാബ്ലറ്റ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ടാബ്ലറ്റ് എടുക്കേണ്ടതുള്ളൂ, ഒരു പെഗ് നിനക്ക് മതിയാവില്ല. ഒരുപാട് തവണ ഈ മെഡിസിന്റെ റിയാക്ഷൻസും സൈഡ് എഫക്റ്റും ശാരീരിക തളർച്ചയിലൂടെയും ലൈംഗിക മരവിപ്പിലേക്കും മാനസിക പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഗൗരവത്തിൽ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ ഒരു 20+ വർഷങ്ങൾ ഒഴുകിപ്പോയി. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, സത്യസന്ധത ഇല്ലായ്മ. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാനിപ്പോ സംസാരിക്കുന്നത് എന്നെ കുറിച്ചാണ്. എനിക്ക് എന്നോടൊരു സന്ധിയിൽ ഏർപ്പെടേണ്ടതുണ്ട്, ഒരു ഉടമ്പടിയാണത്.
ഈ വാടക വീട് എടുക്കും. ഞാനിപ്പോൾ വാടക വീട്ടിലാണ്. ആദ്യം തന്നെ അയാൾ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഇതൊക്കെ തയ്യാറാക്കി ഒരു ഉടമ്പടി, അപ്പൊ അതിനൊന്ന് കണ്ടീഷൻസ് താഴെ ഒപ്പിടുന്നു. ഇന്നതുപോലെ ആണെങ്കിൽ നല്ലത്, ഇന്നതുപോലെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇറക്കി വിടാം. ആ സന്ധി, ആ ഉടമ്പടി തെറ്റിച്ചു കഴിഞ്ഞാൽ ഞാൻ കുടിക്കും. അപ്പോ ഈ സത്യസന്ധതയ്ക്ക് ഉള്ള അത് ഓരോ മണിക്കൂറിലും ചിലപ്പോൾ വേണ്ടി വരും. ചിലപ്പോൾ നിങ്ങളുടെ സത്യം മറ്റൊരാൾക്ക് അസ്വസ്ഥതയാകാം, നിങ്ങളോട് ശത്രുതാ മനോഭാവം ഉണ്ടാക്കാം, എന്നോടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനു വേണ്ടി ഒരു ഒഴിവ് കഴിവോ ഒരു കൂട്ടിച്ചേർക്കലോ ആ ഉടമ്പടിയിൽ എഴുതി ചേർത്താൽ അയാൾക്കല്ല നഷ്ടം, എനിക്കാണ് നഷ്ടം. അപ്പൊ സത്യസന്ധത എന്ന് പറയുന്നത് ഓരോ കാര്യത്തിലും ചിലപ്പോൾ കാണിക്കേണ്ടി വരും. അടുത്ത സത്യസന്ധത, റിഗറസ് ഹോണസ്റ്റി എന്നതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഈ എയിലുള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സമായിട്ട് എനിക്ക് തോന്നിയത്, ആദ്യം തന്നെ എക്സ്ട്രീമിലേക്ക് വന്നാലേ ഏക്കാരനാവുള്ളൂ എന്നൊരു തോന്നൽ അറിഞ്ഞോ അറിയാതെയോ ചില പഴമക്കാർ എന്നിൽ കുത്തിവെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സത്യസന്ധമായ കാര്യമായിട്ടോ പറയുന്നത്, നിങ്ങളെ ബാധിച്ചിട്ട് നിങ്ങൾക്ക് തള്ളാം. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഏലല്ല എന്നൊരു തോന്നൽ. എനിക്ക് സ്പോൺസർ ഇല്ല, ഇത് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അഭിപ്രായവും ഒക്കെ എനിക്കുണ്ട്. സ്പോൺസർ ഉണ്ടെന്ന് പറഞ്ഞാലേ സോബർട്ടിയുടെ തലത്തിലുള്ള അംഗം ആവുള്ളൂ എന്നൊരു തോന്നലിന് വേണ്ടി സ്പോൺസർഷിപ്പ് എടുക്കുകയും സ്പോൺസറായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ എനിക്കറിയാം, പേരിനുണ്ട്, പ്രവൃത്തിയിലില്ല. അതിലും ഭേദമല്ലേ ആവുന്ന സമയത്ത് ആവുന്നത് വരെ എനിക്കില്ല എന്നത് സത്യസന്ധമായിട്ട് പറയാൻ പറ്റുന്നെങ്കിൽ. ഈ മീറ്റിങ്ങിന്റെ മോഡറേഷൻ ശരിയല്ല എന്ന് ഒരു അംഗം എന്ന രീതിയിൽ സത്യസന്ധമായിട്ട് എനിക്ക് പറയാം. ഷിബു കാനഡയോടല്ല ഞാൻ പറയുന്നത്, ഞാൻ മോഡറേറ്ററോടാണ് പറയുന്നത്. ഉദാഹരണമാണ്, ഞാൻ അതിന്റെ പേരിൽ എന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ആരും നിൽക്കരുത്. ഞാൻ ഈ പറയുന്ന കാര്യം, ഈ സത്യസന്ധത എന്ന് പറയുമ്പോൾ മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നതല്ല ആ ഉടമ്പടി. ഞാൻ ഈ വാടക വീട്ടിൽ നിൽക്കുന്നത് എനിക്കും ഭാര്യയ്ക്കും പാതിരാത്രിക്ക് ഇവരെന്നെ ഇറക്കി വിടാതിരിക്കാൻ 11 കണ്ടീഷൻസ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ അതിന്ന് വ്യതിചലിക്കില്ല. ഞാൻ കൃത്യമായ വാടക 10-ാം തീയതിയാണ് പറഞ്ഞത്, ഞാൻ തന്നിരിക്കും. തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ മുൻകൂട്ടി സത്യസന്ധമായിട്ട് ഞാൻ പറയും, കാശില്ല, 5 ദിവസം കൂടി അവധി തരണം. അടുത്ത സത്യസന്ധത്തിന് നിൽക്കുന്ന ആൾക്ക് 10-ാം തീയതി 11-ാം തീയതി ആവുമ്പോൾ ഞാൻ ഇയാളെ മുന്നിൽ താന്നുപോയോ, എൻ്റെ അപമാനമാണോ, അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചോ, അവിടെയും സത്യസന്ധത രക്ഷിക്കുന്നു. എനിക്ക് കാശ് കിട്ടിയിട്ടില്ല, കാശായിട്ടുള്ള 5 ദിവസം എനിക്ക് കൂടി അവധി തരണം. സത്യസന്ധമായ ഇതാണ് സത്യസന്ധത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എപ്പോഴൊക്കെ ഞാൻ തെറ്റിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ മദ്യം കയറി വന്നിട്ടുണ്ട്. മദ്യമല്ല ആദ്യം കയറി വരുന്നത്, എന്നിലുണ്ടാകുന്ന കുറ്റബോധം, അഭിമാനക്ഷതം, അപമാനഭാരം, ഇങ്ങനെയൊക്കെയുള്ള സംഘർഷത്തിൽ ഞാൻ വികാരങ്ങളെയും ചിന്തകളെയും ദേഷ്യത്തിനെയും നീരസത്തിനെയും കുടിക്കാൻ തുടങ്ങുന്നു. എനിക്ക് മദ്യം ഒരു പെഗ് പോരാ, 1000 പെഗ് തികയില്ല. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ദേഷ്യം കൊണ്ട് നിൽക്കില്ല, എനിക്ക് അടുത്ത പെഗ് ദേഷ്യത്തിൻ്റെത് എനിക്ക് കഴിച്ചേ പറ്റൂ. 3-ാമത്തെ പെഗ് കഴിക്കുന്ന ദേഷ്യത്തിൻ്റെ, പിന്നെ 4-ാമത്തെ ഇത്തിരി കൂടി കടുപ്പമുള്ള റമ്മ് തന്നെ വേണം. അതിന്റെ പേര് ഞാൻ നീരസം എന്ന് പറയുന്നു. അതുകൂടി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് മതിയാവില്ല, അത് 2 കൂടി വേണം. അത് ഞാൻ ദിവസങ്ങളോളം കഴിക്കുന്നു. അവസാനം ഇതിന്റെ ലഹരി മതിയാവില്ല എന്ന് തോന്നുമ്പോൾ എനിക്ക് ഏറെ ശീലമുള്ള എളുപ്പത്തിലുള്ള മാർഗമായ കുപ്പിയിലേക്ക് ഞാൻ എത്തുന്നു. അതിനെ പുനർപ്പനം എന്ന് ചിലർ പറയുന്നു, ഞാൻ പറയുന്നു പുനർപ്പതനം എനിക്ക് ആദ്യം സംഭവിച്ചു കഴിഞ്ഞു. ഇത് പ്രകടനപരമായ പുനർപ്പതനം, ഇത് പ്രകടിപ്പിക്കാത്ത പുനർപ്പതനം. വിവാദങ്ങളിൽ ഏർപ്പെടുന്ന സ്വഭാവം, അഭിപ്രായം പറയലും, ഈ പറയുന്ന അവനവന്റെ കാര്യം പറയലും വിവാദമല്ല. വിവാദങ്ങളിൽ ഒരു അംഗത്തിന്, ഒരു മനുഷ്യന് ചിലപ്പോൾ ഏർപ്പെടേണ്ടി വരും. അത് വിവേകപൂർവമാവണം എന്ന് മാത്രമേ ഉള്ളൂ. വൈകാരിക തലത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ സംഭവിക്കുന്നത് പുനർപ്പതനമാണ്. എനിക്ക് ഈ പോൺ വീഡിയോ കാണുന്ന ചില ശീലമുണ്ട് ഇടയ്ക്ക്. ഞാനത് ലൈംഗിക മരവിപ്പ് അനുഭവിക്കുന്ന ചില സമയങ്ങളുണ്ട്. ആഗ്രഹം ഉണ്ടായിരിക്കും,
പക്ഷേ ഇണചേരാൻ ഒരു താല്പര്യക്കുറവ്. അപ്പൊ എൻ്റെ തലച്ചോറിന്റെ ചില സിരകളിൽ ഈ പറയുന്ന കാമത്തിന്റെ ലഹരി പിടിപ്പിക്കാൻ ഞാൻ ചിലപ്പോ ഈ വീഡിയോസ് കാണാറുണ്ട്. അത് ഇപ്പോഴും കാണാറുണ്ട്, ഇന്നലെയും കണ്ടിരുന്നു. അത് വരുമ്പോ എനിക്ക് ഒരു അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പെഗിന് തുല്യമാവുമ്പോ എനിക്ക് പിന്നെ ഭാര്യയെ വേണ്ട, എനിക്ക് പിന്നെ വീഡിയോ മതി. അത് പുനർപതനമാണ്, ലൈംഗിക പുനർപതനം. പക്ഷേ ചില സമയങ്ങളിൽ ആഗ്രഹത്തെ ഉത്തേജിപ്പിക്കാൻ എനിക്ക് ലൈംഗിക ആസക്തി എന്നത് മദ്യാസക്ത രോഗി ആയതുകൊണ്ട് എനിക്കുണ്ട്. പക്ഷെ ലൈംഗിക അരാജകത്വത്തിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ ചുമരിനോടും മരത്തിനോടും സംഭോഗത്തിൽ ഏർപ്പെടാൻ പാകത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന വികാരങ്ങൾ എന്നെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ റിലാപ്സ് സംഭവിച്ചവനാണ്. കാശില്ലാതെ ആവുമ്പോൾ ഞാൻ 40 രൂപയുടെ ചോറേ തിന്നാറുള്ളൂ ഇന്നലെ വരെ. കാശ് വരുമ്പം എനിക്ക് തോന്നും 80-ൻ്റെത് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വാങ്ങിയാൽ എന്താണ്. പിന്നെ കാശില്ലാത്തപ്പോഴും ഞാൻ സ്പെഷ്യൽ വാങ്ങാൻ വേണ്ടി ഈ പറയുന്ന മോളെ വിളിച്ചിട്ട് മോളെ ഒരു 100 റുപ്യക്ക് GPay ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നത് എൻ്റെ സാമ്പത്തിക പുനർപതനത്തിന്റെ തുടക്കം വരുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് എൻ്റെ ജീവിതത്തിന്റെ പാളം തെറ്റലുകൾ, പുനർപതനം, അത് എന്നെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഈ ഫിസിക്കൽ റിലാപ്സിലേക്ക് എത്തിക്കുന്നുള്ളൂ. വിഷാദാവസ്ഥ, അതുപോലെ തന്നെ ഇച്ഛാഭംഗം, മോഹഭംഗം. ഇന്ന് ഞാൻ രാവിലെ ഞാൻ ജേർണലിസം പഠിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ്. എൻ്റെ വീട്ടുകാർ വിടാത്തോണ്ട് പഠിച്ചില്ല. ഇന്ന് ഞാൻ രാവിലെ പുതിയൊരു ജോലിക്ക് ചേർന്നു, പത്രം ഇടല്. ഈ വീടുകളിലൊക്കെ പോയി പത്രം ഇടാൻ പോയി. ഇന്ന് ആദ്യമായിട്ടൊരു സുഹൃത്തിനെ സഹായിക്കാനും കൂടിയാണ്, സേവനം മാത്രമാണ്. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും ചില്ലറ തരാതിരിക്കില്ല മാസമാകുമ്പോൾ, എന്തായാലും കഞ്ഞി കുടിച്ചു പോകണ്ടേ. അപ്പോൾ രാവിലെ നടത്തം കൂടി ആകും, അതിൻ്റെ കൂടെ ചെറിയ കാശ് കിട്ടിയായിരിക്കും. സത്യത്തിൽ ഞാൻ തിരിച്ച് വരുമ്പം ഞാൻ ആഗ്രഹിച്ചതാണ് ഈ പത്രത്തിലെ കോളം ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട മോഹമായിരുന്നു എൻ്റേത്. ഞാൻ ഒരു സ്ഥാപനത്തിൽ പബ്ലിക് റിലേഷൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഞാൻ എഴുതി കൊടുക്കുന്ന പത്രക്കുറിപ്പുകളൊക്കെ എഡിറ്റ് ചെയ്യാതെ പ്രസിദ്ധീകരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പത്രസമ്മേളനങ്ങളിൽ അവർ എൻ്റെ പേരെടുത്ത് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് വിനയന്റെ റിപ്പോർട്ടാണെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യേണ്ടതില്ല, അത് കൃത്യമാണ്. ഞാൻ ഇന്ന് പത്രം ഇടാൻ പോയി. എൻ്റെ ഇച്ഛാഭംഗം എന്നെ ഒരു വേദനയായിട്ടാണ് എൻ്റെ മനസ്സിൽ തിരിച്ച്, ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ പത്രം ഇടാൻ പോയത്. പത്രമിട്ട് വരുമ്പം എന്നെ വേട്ടയാടിയതെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് മോഹഭംഗത്തിന്റെ ആദ്യത്തെ പെഗ് കുടിക്കുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ ആലോചിച്ചത്, അബ്ദുൽ കലാം ആസാദോ ഏതോ ഒരു മഹാനൊക്കെ പത്രമിട്ട് ജീവിച്ചതൊക്കെ കേട്ട്, ചായ വിറ്റ പ്രധാനമന്ത്രി, പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഇരുന്ന പ്രസിഡന്റ്, എന്തുകൊണ്ട് എനിക്ക് അഭിമാനിച്ചുകൂടാ? കാരണം ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാഴ്ചപ്പാടിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ബന്ധപ്പെട്ടത് 2 മണിക്കൂറും പത്രവുമായിട്ടാണ്. ഒരു കാലത്തെ മോഹം എന്നില് ഇല്ലാതെയാക്കിയ മദ്യം സുബോധവാനായപ്പം അതേ മേഖലയുടെ ബേസിക്കായ ആ ജേർണലിസം ഒരാൾ എത്ര നടത്തിയിട്ടും കാര്യമില്ല, അത് വീടുകളിൽ വായനക്കാരന്റെ മുന്നിൽ എത്തണ്ടേ. അത് നിസ്സാരമായ കാര്യമില്ലല്ലോ ഞാൻ ചെയ്തത്. അപ്പോ പത്രക്കുറിപ്പുകൾ എഴുതിനേക്കാട്ടും എത്രയോ ബൃഹത്തായ കുറിപ്പുകൾ എത്തിക്കുക എന്നത് ഞാൻ ചെയ്തില്ലേ. അഭിമാനം തോന്നി എനിക്ക്, അഭിമാനം. ഞാൻ പറയുന്നത്, മാറിയ മനോഭാവങ്ങൾക്ക് പുനർപതനത്തെ തടയാനാവുള്ളൂ. ലിവിങ് സോബർ എന്നൊരു പുസ്തകത്തില് അവസാന പേജുകളിൽ എവിടെയോ വായിച്ചൊരു ഓർമ്മ, ഞാൻ പിന്നീട് കുറെ വായിച്ചിട്ട്, ഇപ്പോ പുനർപതനം നിങ്ങൾക്ക് സംഭവിക്കാം, നിങ്ങൾ വീണെടുന്ന് കിടന്ന് ഉരുളണ്ട, അങ്ങനത്തെ ഭാഷയൊന്നുമല്ല, അതെൻ്റെ ഒരു ലോക്കൽ ഭാഷയാണ്. നിങ്ങൾ തിരിച്ചു വരിക, പക്ഷേ കഴിഞ്ഞ തവണ വന്നതുപോലെ വരരുത്. പുനർപതനം സംഭവിച്ചു കരയാൻ വേണ്ടി വരരുത്. നിങ്ങൾ മാറിയ രീതിയിൽ വരിക, മാറിയ മനോഭാവത്തിൽ വരിക. കഴിഞ്ഞ കാല ജീവിതം എന്നെ രക്ഷിച്ചിട്ടില്ലെങ്കിൽ പുതിയ ഞാൻ സൃഷ്ടിക്കണം. ആ രീതിയിൽ വരിക. നിങ്ങളെ കാത്തിരിക്കുന്നത് സുബോധമാണ്. ഇങ്ങനെയുള്ള ഒട്ടനവധി സൂചനകൾ, അസംതൃപ്തി, അലംഭാവം, കൂടുതൽ പ്രതീക്ഷിക്കുക, ആശ്രയത്വ ബോധം, സ്വന്തം അനുകമ്പ, പൊങ്ങച്ച സ്വഭാവം, അഹന്ത, ഉത്തേജക ഔഷധങ്ങൾ ഉപയോഗിക്കുക. അത് ചിലപ്പോ ഈ സെക്ഷൽ ഉത്തേജന ഉദാഹരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് വരെ
ഈ തലച്ചോറിനെ ബാധിച്ച അസുഖമായതുകൊണ്ടും മെഡിസിൻ ഒരു കെമിക്കൽ ആയതുകൊണ്ടും കെമിക്കൽ പ്രവർത്തിക്കുന്നത് ബ്രെയിനിലായതുകൊണ്ടും ഈ അതിന്റെ നിരന്തര ഉപയോഗം ആ മനുഷ്യന് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരിക്കാം, പക്ഷെ അയാൾ അറിയുന്നില്ല അയാൾ പോകുന്നത് മറ്റൊരു ഈ ലഹരി മതിയാവുന്ന ഒരു തലമുണ്ട്. തലച്ചോറ് സ്വീകരിക്കുന്ന ഒരു ഘട്ടം കഴിഞ്ഞാൽ സ്വീകരിക്കില്ല, അതിൽ കൂടുതൽ വേണം എന്നുള്ള തോന്നൽ ഉളവാക്കുന്ന ഘട്ടത്തിൽ മദ്യത്തിലേക്ക് പോയ ചരിത്രങ്ങൾ ഒരുപാട് പേരിലുണ്ട്. സെക്സും ഫിനാൻസുമാണ് എന്നെ സംബന്ധിച്ച് പല പുനർപതനങ്ങളിൽ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വില്ലന്മാർ. ഇന്ന് ഞാൻ അത് അറിയുന്നുണ്ട്. അതിമോഹം, അതുപോലെ തന്നെ കൃതജ്ഞത ഇല്ലാതിരിക്കുക. ഒരു പ്രകൃതിയിൽ ഈ കൃതജ്ഞത എന്ന് പറയുമ്പോൾ കൃതജ്ഞത പരിശീലിക്കാൻ വേണ്ടി മാത്രം 569 രൂപ 599 രൂപ ഫീസ് വാങ്ങിയൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ചേർന്നിരുന്നു. സത്യത്തിൽ അത് എത്ര ബൃഹത്, കാരണം ഞാൻ ഇന്ന് ഒരു റിലാപ്സുകാരൻ ഒരു ദിവസം കുടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനോട് മുഴുവൻ നന്ദിയുള്ള ഒരു മനുഷ്യൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ പറയുന്നു, ഒരു റിലാപ്സ് കഴിഞ്ഞ് വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുക. അത് ഇല്ലാതിരിക്കുക എന്നതാണ് അടുത്ത. അതുകൊണ്ടാണ് റിലാപ്സുകാരനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കേൾക്കുന്നത് വിനയൻ വീണ്ടും കുടിച്ചു. നന്ദി എന്നൊരു കാര്യം അടുത്തുകൂടെ പോവാത്ത മനസ്സ്, സർവജ്ഞാനിയാണെന്ന ഭാവം, ഇങ്ങനെയുള്ള ഒട്ടനവധി സൂചനകൾ ആൽക്കഹോളിസത്തിന്റെ ഭാഗമായ പുനർപതനം തന്നുകൊണ്ടേയിരിക്കും. ഇത് പറയാൻ കാരണം ഇത് കഴിഞ്ഞ ഇന്നലെ എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ ഒരു ഷെയറിങ്, റിക്കവറി ഷെയർ ഞാൻ കേട്ടു. അദ്ദേഹം 15 വർഷവും മറ്റോ ആയി. അദ്ദേഹം പറഞ്ഞത് പല ഘട്ടങ്ങളിലും ഞാൻ കുടിയുടെ വക്ക് വരെ എത്തിയിട്ടുണ്ട്. എന്തോ ഒന്ന് സംഭവിച്ച് ഞാൻ കുടിക്കാതിരുന്നു, ഞാൻ പിന്നെ കുടിച്ചില്ല, 15 വർഷമായി. പക്ഷെ ആ എന്തോ സംഭവിച്ച ആ അവസ്ഥയുടെ തീവ്രഭാവത്തിന്റെ പേരാണ് പുനർപതനം. ആ എന്തോ ഒന്ന് സംഭവിച്ചപ്പം അദ്ദേഹത്തിന് അത് വഴിതിരിച്ചു വിടാൻ കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് വഴിതിരിച്ചു വിടാൻ കഴിഞ്ഞില്ല, ഞാൻ പോയി കുടിച്ചു. അപ്പോ ആ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് എൻ്റെ ശാരീരിക സുബോധത്തിന് തടസ്സമായി നിൽക്കുന്ന എൻ്റെ ഈ ശാരീരിക സുബോധത്തിന് മെഡിസിൻ മാത്രമാണ് ഉള്ളൂ എന്നത് ഞാൻ ഇപ്പോ ചിന്തിക്കാറില്ല. ആൽക്കഹോളിക്സ് അനോണിമസിലെ 12 പടികളിലും ശാരീരിക സുബോധം പറയുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു ഭ്രാന്തൻ തോന്നലുകളായിരിക്കാം, ചിന്തകളായിരിക്കാം, ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ഈ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനമെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞ 1-ാം പടി തന്നെ യഥാർത്ഥത്തിൽ ആ മദ്യത്തിന് പറ്റാത്ത ശരീരമാണ് എൻ്റേത്, എൻ്റെ രക്തത്തിൽ തീരെ അത് പറ്റുന്നില്ല, എൻ്റെ തലച്ചോറിന് പറ്റാത്തൊരു ദ്രാവകമാണത്, ഞാൻ എൻ്റെ ശാരീരിക പ്രത്യേകതകൾക്ക് മുന്നിൽ ഞാനിതാ കീഴടങ്ങുന്നു. ഒരു കാലിന് അസുഖമുള്ള അല്ലെങ്കിൽ അംഗവൈകല്യം വന്ന ഒരു മനുഷ്യൻ, അയാളെ ആ കാലിന്റെ വലിപ്പക്കുറവിനെ കുറിച്ചും വളരെ ബോധവാനാണ്. അതുകൊണ്ട് തന്നെ അയാൾ മറ്റുള്ളവനെ പോലെ ഓടാൻ തയ്യാറല്ല, അയാൾ ഒരു വടി പിടിച്ച് നടക്കുന്നു. ഈ ഒരു കാര്യം മാത്രം മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന് സമ്മതിച്ചപ്പോ എൻ്റെ പ്രത്യേകതയുള്ള ശരീരത്തിന്റെ മുന്നിൽ ഞാൻ ശക്തിഹീനനാണ് എന്ന് സമ്മതിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സുബോധവാനാക്കുവാൻ, എൻ്റെ ശരീരത്തിന് സുബോധവാനാക്കുവാൻ എന്നെക്കാൾ വലിയ ശക്തിയുടെ ആവശ്യമുണ്ട്. പെട്ടെന്ന് തന്നെ 2-ാം പടിയിലേക്ക് വരുമ്പോൾ ശരീരത്തെ മറക്കുന്നു, എൻ്റെ മാനസിക സുബോധത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. എല്ലാം കഴിഞ്ഞ, പ്രശ്നങ്ങൾ കഴിഞ്ഞ അവസ്ഥയാണ് സുബോധമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ആ പ്രശ്നങ്ങൾ കഴിഞ്ഞ അവസ്ഥയിലും ഞാൻ ഈ ശരീരം വെച്ചിട്ടാണ് ജീവിക്കുന്നത്. തലച്ചോറിനെ ബാധിച്ച അസുഖം, രക്തത്തിന്റെ പ്രത്യേകത, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ കുറവ്, ഈ ശരീരത്തെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ആ ശരീരത്തിന് സുബോധം നൽകുവാൻ എനിക്ക് വലിയ ശക്തിയോട് അപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ശാരീരിക റിലാപ്സിലേക്ക് ഞാൻ പടികൾ എങ്ങനെ ഉപയോഗിക്കാം എന്നതുകൂടി സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം പല മാനസിക സമ്മർദ്ദങ്ങൾക്കും ഏറിയ ഒരു 5-8 മാസം മുന്നേ വരെ എറണാകുളം സ്റ്റാൻഡിൽ ഞാൻ ഒരു ബാറിന്റെ അടുത്ത് വരെ എത്തി. 2 അടി വെച്ചാൽ ബാറ്, 4 അടി പുറകോട്ട് വെച്ചാൽ KSRTC ബസ് സ്റ്റാൻഡ്. എനിക്ക് ഒന്നുകിൽ അങ്ങോട്ട് വെക്കാം, ഇങ്ങോട്ട് വെക്കാം. എന്നിൽ പെട്ടെന്ന് ഇടുത്തി പോലെ വീണ ചിന്തയുടെ ഒരു ആശയമാണ് എൻ്റെ ശാരീരിക പ്രത്യേകതയ്ക്ക് മുന്നിൽ ഞാൻ അശക്തനാണ് എന്ന 1-ാം പടി. അവിടെ വെച്ചിട്ട് ഞാൻ പടികളിൽ എങ്ങനെയാണ് ശാരീരിക സുബോധം, എൻ്റെ പുനർപതനം തടയാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പരിശോധിക്കുന്നത്.
അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിവിധ ഘട്ടങ്ങളിലൂടെ ഈ പറയുന്ന അവസ്ഥകൾക്ക് മാറ്റങ്ങൾ ഒരു ദിന പരിപാടിയെ ഉൾക്കൊള്ളിക്കുമ്പോൾ കിട്ടുന്നത് ഈ പറയുന്ന ഞാൻ വരുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇതില് ഞാൻ ചിലപ്പോ ഈ അംഗങ്ങളെ പേരൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചിലപ്പോൾ പറയുന്നത് ഒരു അഖിലേഷ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫറോക്ക്, അഖിലേഷ് തുടർച്ചയായ സുബോധത്തിന്റെ വക്താവാണ്. ഞാനൊരു സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത്. ചിലവർ വിചാരിക്കും കളിയാ, എന്നെ അങ്ങനെയൊക്കെ ചില ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്താക്കിയിട്ടുണ്ട് പേര് പറഞ്ഞതൊക്കെ. എനിക്ക് മനസ്സിലാവുന്നില്ല. അഖിലേഷ് വന്നത് തുടർച്ചയായ സുബോധത്തിന്റെ വക്താവായിട്ടാണ് എയിൽ. എനിക്കറിയാം. ഞാൻ വരുന്നത് റിലാപ്സുകാരനായിട്ടാണ്. പക്ഷേ അഖിലേഷിനോടൊരു ചോദ്യം, നീ എന്തിന് ഇന്നും വന്നു? നാളത്തെ റിലാപ്സ് ഒഴിവാക്കാനല്ലേ? ഞാൻ വരുന്നത് നാളത്തെ സുബോധത്തിന് വേണ്ടിയാണ്. അപ്പൊ റിലാപ്സ് ആണെങ്കിലും സോബർ ആണെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്നാൽ അതിന്റെ പേരാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. നമ്മൾ ഒരുമിച്ച് നീങ്ങുന്ന വഴിയുടെ പേരാണ് എ വേ ഓഫ് ലൈഫ്. ഈ വഴിയിൽ എല്ലാവരും ഒരുമിച്ചാവട്ടെ. ഇനി ഉള്ള യാത്രയിലും മുന്നോട്ടും നാം മനസ്സിലാക്കുന്ന വലിയ ശക്തി സുബോധത്തിന്റെ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. താങ്ക് യു വിനയൻ ചേട്ടാ, താങ്ക് യു. പുനഃപതനം എന്ന വിഷയത്തെ കുറിച്ച് വളരെ വിശദമായി വിശദീകരിച്ച് തന്നതിൽ വളരെയേറെ നന്ദിയുണ്ട്. അതുപോലെ ഇന്ന് മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി.